ഇന്ത്യൻ മാർക്കറ്റ് നോക്കിയാൽ $6 ബില്യൺ ആണ് സപ്ലിമെന്റ് മാർക്കറ്റ്. ഇയർ ഓൺ ഇയർ 24% ഗ്രോത്ത് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ആണ്. കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ സർവേയിൽ വെജിറ്റബിൾ മാർക്കറ്റിലുള്ള വെജിറ്റബിൾസിൽ 65% വിഷാംശമുള്ള കെമിക്കൽ കണ്ടെത്തി. ഓർഗാനിക് എന്ന ടൈറ്റിൽ വെച്ചിരിക്കുന്നതിൽ 55% വിഷാംശം കണ്ടു. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഈ ജെൻസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ആ കൂടി ഈ സ്ക്രീൻ എടുത്ത് കാണിക്കത്തുള്ളൂ. ദിസ് ഈസ് മൈ റിപ്പോർട്ട് ഫോർ ദ ലാസ്റ്റ് 1 വീക്ക്. ഡോക്ടർ എന്താ പ്രശ്നം എൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PRQ അതെന്താ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. എന്നാണ് ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ മമ്മൂക്കയാണെന്ന് എല്ലാവരും ചോദിക്കാം. മമ്മൂക്ക പറയത്തില്ലല്ലോ, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. ഇനിയിപ്പോ അമ്മമാർ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കും. മൊബൈൽ ഫോൺ കാരണം പനി വരുന്ന അങ്ങനെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് മൊബൈൽ ഫോൺ കാരണമല്ല, അപ്പൊ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മൊബൈൽ ഫോണിന്റെ ഉപയോഗം അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ. അതാണ് കാരണം ഹ്യൂമൻ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഓവറോൾ ഹ്യൂമൻ പെർഫോമൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, ലോഞ്ചിവിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുക. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അൺഫിൽറ്റേർഡിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് അറിയാനും നമ്മളുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കൺസേൺഡുമാണ്. അപ്പോൾ ഹെൽത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നവരുമാണ്. അപ്പം അതുപോലെ ഒരു നല്ല ഹെൽത്തി കോൺവെർസേഷന് വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സജീവ് നായർ. ഹലോ, വെൽക്കം. ഹലോ അപർണ, ഹൗ ആർ യു ഡൂയിങ്? ഐ ആം ഗുഡ്, ഹൗ ആർ യു? വെരി ഗുഡ്. അപ്പം എന്താ, ഞാൻ ഇപ്പോൾ പറഞ്ഞു ഹെൽത്ത് ഭയങ്കര ഒരു ഡിസ്കഷൻ ടോപ്പിക്കാണല്ലേ. എനിക്ക് തോന്നുന്നു ചെറുപ്പകാലം തൊട്ടേ കേട്ട വൺ അമോങ് ദ ഹീറ്റഡ് കോൺവെർസേഷൻ വരുന്നത് ഹെൽത്തിൻ്റെ കാര്യം വരുമ്പോഴാണ്. അപ്പം സാറിന് എന്താണ് ഈ, ഞാനൊരു ആദ്യം തന്നെ ഒരു ഐസ് ബ്രേക്ക് പോലെ ചുമ്മാ ഒരു സാധാരണ ഒരു ചോദിച്ചേ, ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന കാര്യം എന്താ? എനിക്ക് ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്നത് ഹാപ്പിനെസ് ആണ്. കാരണം ഒരു മനുഷ്യൻ്റെ എല്ലാ ഹാപ്പിനെസ്സും എടുത്തു കളയാൻ ഈ ഒറ്റ സാധനത്തിന് സാധിക്കും. ബാക്കിയെല്ലാം ഇപ്പം പൈസ ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കാം. പക്ഷേ ഈ ഒരു സംബോധന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലിറങ്ങിയെങ്കിലും ഒത്തിരി പ്രശ്നം ഉണ്ടായാലും മതി, അവിടെ നമ്മുടെ ഹാപ്പിനെസ് എല്ലാം തീരും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മുടെ ലാസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും പലപ്പോഴും, അറ്റ്ലീസ്റ്റ് ടിൽ വി റീച്ച് ദി ഏജ് ഓഫ് 50, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുന്നവരെ. ഓക്കെ, പക്ഷേ ബേസിക്കലി ദിസ് വൺ സ്മോൾ തിങ് ക്യാൻ ആക്ച്വലി ക്രിയേറ്റ് എ ലോട്ട് ഓഫ് ഡിസ്റ്റർബൻസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് ഇഫ് യു ആർ ഹെൽത്തി, ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് യു നോ there is a good reason to be happy. By the way, അപർണ, ഞാൻ മെഡിക്കൽ ഡോക്ടർ അല്ല, ഞാൻ PhD ആണ്. അത് ഒന്നുകൂടെ ആൾക്കാർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഡോക്ടർ ഇങ്ങനെ എഴുതണ്ടോ ഇപ്പം വിഷഗ്വരനാണെന്ന് വിചാരിച്ചിട്ട്. PhD is doctorate and മറ്റേത് ഡോക്ടറാണ്. അത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടറിയോ? ഒരെണ്ണമുണ്ട്. അതിൽ മെയിൻ ക്യാരക്ടർ റോസ് PhD ഡോക്ടറാണ്. അപ്പോൾ അതിലിങ്ങനെ ഇതിനെക്കുറിച്ച് കുറേ കോൺവെർസേഷൻ, ഞാൻ ഭയങ്കര ഫ്രണ്ട്സ് ഡൈ ഹാർഡ് ഫാനാണ്. എൻ്റെ എല്ലാ പോഡ്കാസ്റ്റിലും ഒരു വട്ടമെങ്കിലും ആ സീരീസിൽ മെൻഷൻ ചെയ്യും, അതുകൊണ്ട് അറിയാതെ കയറി വന്നതാ. പക്ഷേ ഡോക്ടറേറ്റ് PhD ഒക്കെ എടുത്തല്ലേ. അപ്പോൾ എന്തായാലും ഒരുപാട് ബയോളജി ബേസ്ഡ്, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബയോളജി ഞാൻ ലാസ്റ്റ് പഠിച്ചത് 10th പിന്നെ കെമിസ്ട്രി പഠിച്ചു. 10th വരെ പഠിപ്പിച്ചിട്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ +2 വരെ കെമിസ്ട്രി പഠിച്ചു, ഫിസിക്സ് പഠിക്കാൻ പോയി, അങ്ങനെ പറയാം. അതുകൊണ്ട് ഇപ്പം നമ്മളുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളുടെ എന്ത് ഫീൽഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് നോളജ് കിട്ടുന്ന, ഏത് ഏരിയ എടുത്തു കഴിഞ്ഞാലും കിട്ടുന്നൊരു കാര്യമാണ്. പിന്നെ ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ആക്ടേഴ്സ്, എവ്രിബഡി എന്താ പറയുക, പല ഹെൽത്ത് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പല ട്രീറ്റ്മെൻറ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ എല്ലാം ഭയങ്കരമായിട്ട് ക്ലസ്റ്ററായി കിടക്കുകയാണ്. അപ്പം പീപ്പിൾ ആർ കൺഫ്യൂസ്ഡ്. ഐ ആം കൺഫ്യൂസ്ഡ് ഏത് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു ഫേഷ്യൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ലേസർ ഫേഷ്യൽ ചെയ്യണോ, അതോ മറ്റേത് ചെയ്യണോ, ഇത് ചെയ്യണോ, എവ്രിതിങ് ഈസ് വെരി കൺഫ്യൂസ്ഡ്. സോ സാറിൻ്റെ ഒരു തലത്തിൽ നിന്നിട്ട് ഐ വോണ്ട് ടു നോ, എന്താ പറയുക, വൺ ഗുഡ് ഡിസ്കവറി ഇൻ ഹെൽത്ത് ഫീൽഡ്, അല്ലേ, ഈ എന്താ പറയുക പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിൽ വന്നിട്ടുള്ളൊരു വൺ ഗുഡ് ഡിസ്കവറി ആൻഡ് വൺ തിങ് ആളുകൾ ഭയങ്കര റിഡിക്കുലസ് ആയിട്ട് ഫോളോ ചെയ്യുന്നൊരു കൾച്ചർ എന്ന് തോന്നിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഈ നമ്മളിപ്പോൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ കൂടുതൽ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഡിസീസ് ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ബോധർ ചെയ്യാറില്ല. അപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് നമ്മൾ പറയുമല്ലോ. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്ന് പറയുമ്പം ഏത് രാജ്യത്തെടുത്ത് നോക്കിയാലും ആ രാജ്യത്തിൻ്റെ എക്കോണമിയുടെ അല്ലെങ്കിൽ GDPയുടെ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫാർമ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി. ഈ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും. ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി അങ്ങനെ നോക്കിയാൽ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബിസിനസ്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫാർമ, ഹോസ്പിറ്റൽസ്, ഡോക്ടേഴ്സ്, സ്കാൻ സെൻറ്റേഴ്സ്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്യുന്നത് ഹെൽത്ത് അല്ല, ശരിക്കും ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് സിക്നസ്.
അതുകൊണ്ടാണ് അമേരിക്കയുടെ 2 പ്രസിഡന്റുമാരുടെ അഡ്വൈസറായിരുന്ന പോൾസിൻ പിൽസർ പറഞ്ഞിട്ടുണ്ട്, ആക്ച്വലി ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്നുള്ള പേര് തന്നെ മാറ്റണം, ഇതിനെ സിക്നസ് ഇൻഡസ്ട്രി എന്നാക്കണം, കാരണം ഇത് ഡീലിംഗ് വിത്ത് സിക്നസ്. അപ്പോൾ അത് പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അതിന് മെയിൻ റീസൺ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും മാത്രമാണ്. പിന്നീട് ഒരു 2000 മുതലാണ് നമ്മൾ പ്രിവെൻറ്റീവ് ഹെൽത്ത് വെൽനസ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നത്. 2000-ന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫിറ്റ്നസ് സെൻ്ററുകളൊക്കെ മഷ്റൂം ചെയ്യുന്നു, ഈ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ തന്നെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നു. സപ്ലിമെൻറ്റ്സ് ഒരു ഞാനൊക്കെ സപ്ലിമെൻറ്റ്സ് വിറ്റിട്ടുള്ള ആളാണ്, ആ സമയത്തൊന്നും ആർക്കും വേണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് നോക്കിയാൽ $6 ബില്യൺ സപ്ലിമെൻറ്റ് മാർക്കറ്റ്. യുനോ ഇയർ ഓൺ ഇയർ 24% ഗ്രോത്ത് ആണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ആണ്. സോ ദാറ്റ് മീൻസ് ദർ എ ഹ്യൂജ് അവയർനെസ്, എസ്പെഷ്യലി ആഫ്റ്റർ പോസ്റ്റ് കോവിഡ്, മാസീവ് ലെവൽ ഓഫ് അവയർനെസ് അബൌട്ട് പ്രിവെൻറ്റീവ് അല്ലെങ്കിൽ വെൽനസ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അവിടെ പറ്റിയിരിക്കുന്ന ഒരു മിസ്റ്റേക്ക്, നമുക്കൊരു അസുഖം വരുമ്പോൾ ആരുടെ അടുത്ത് പോകണം നമുക്കറിയാം, ഡോക്ടറാണ്. പക്ഷേ ഈ ആരോഗ്യം നിലനിർത്താൻ ആരുടെ അടുത്ത് പോകണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അങ്ങനെ ഒരാൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കണം, എനിക്ക് ഹൈ പെർഫോമൻസ് ജീവിക്കണം, എനിക്ക് എൻ്റെ ഏജിങ് ഒക്കെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യണം, ആരുടെ അടുത്ത് പോകുമെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ഒരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡയറ്റ് പ്ലാൻ കിട്ടും, ദാറ്റ്സ് ഇറ്റ്. ഫിറ്റ്നസ് ട്രെയിനറിൻ്റെ അടുത്ത് പോയി ഫിറ്റ്നസ് പ്ലാൻ കിട്ടും. പക്ഷേ ഇതുകൊണ്ടും ഇതൊക്കെ സെപ്പറേറ്റ് പീസായിട്ട് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിന് ടോട്ടലായിട്ട് വേണം ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ, എനിക്ക് ഐ ജസ്റ്റ് വാണ്ട് ടു ലീവ് എ വെരി വെരി ഹെൽത്തി ഹാപ്പി ലൈഫ് എന്ന് ചോദിച്ചാൽ ആരോട് ചോദിക്കണമെന്ന് വെച്ചാൽ നമുക്കറിയില്ല. ഇപ്പം വെസ്റ്റേൺ മാർക്കറ്റ്സിലൊക്കെ ഹെൽത്ത് കോച്ചിങ് എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അത് ഹെൽത്ത് കോച്ചിങ് എന്ന് പറയുന്നത് ആക്ച്വലി ഹെൽത്ത് കോച്ചാണ്. ഹി ഓർ ഷീ ഈസ് എ കോച്ച്. നിങ്ങളുടെ എൻറ്റയർ, അതായത് ഓവറോൾ ഹെൽത്തിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണോ, ആ കോച്ച് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരിക ചെയ്യുക. ആ ഒരു സെഗ്മെൻറ്റ് ഇപ്പോൾ ഗ്രോ ചെയ്യാൻ പോകുന്നൊരു സെഗ്മെൻറ്റ് ഇന്ത്യയിൽ. ഇനി ഏറ്റവും വേഗത ഗ്രോ ചെയ്യാൻ പോകുന്നൊരു പ്രൊഫഷനായിരിക്കും. എസ്പെഷ്യലി ലൈഫ് സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോസിബിലിറ്റി വരാൻ പോകുന്ന ഒന്നാണ്. പ്രത്യേകിച്ച് ഈ പ്രിവെൻറ്റീവ് ഹെൽത്ത് ഇത്രയും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. നൗ ഈ വെൽനസ് സെഗ്മെൻറ്റ് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് പ്രത്യേകിച്ചൊരു ഉടമസ്ഥനില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ആരോട് ചോദിക്കണമെന്ന് അറിയാത്തതുകൊണ്ട്, എവറി വൺ തിങ്കിങ് അബൌട്ട് ഇൻ ദെയർ ഓൺ വേ ആൻഡ് ലുക്കിംഗ് ഔട്ട് ഫോർ സം ഓപ്ഷൻസ്. എന്താ നമുക്ക് കിട്ടാവുന്നൊരു ഓപ്ഷൻ എന്താണെന്ന് നോക്കുകയാണ്. അപ്പോൾ ചിലർ പോകുന്ന ഫിറ്റ്നസ് സെൻറ്ററിൽ പോകുന്ന നേരത്തെ പറഞ്ഞ പോലെ, ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം 40s സെലിബ്രിറ്റീസ് വിത്ത് ഹാവിങ് ലോട്ട്സ് ഓഫ് മണി, എവറിഥിങ് ദേ ഹാവ് ഇൻ ദെയർ ലൈഫ്, 40കളിൽ ജിം ഫ്ലോറിൽ കൊളാപ്സ് ചെയ്ത് മരിക്കുന്നു. ഇല്ലേ, കണ്ടിട്ടില്ല എത്രയോ കേസുകൾ. പുനീത് രാജ്കുമാർ മുതൽ ഇങ്ങോട്ട് നോക്കി എത്ര ആൾക്കാർ. വൈ ഇറ്റ്സ് ഹാപ്പനിങ്? കീറ്റോ ഡയറ്റ് ചില ആൾക്കാർക്ക് പ്രയോജനം കിട്ടുന്നു, ചില ആൾക്കാരുടെ കിഡ്നി അടിച്ചു പോകുന്നു. സോ ദാറ്റ് മീൻസ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെൽനസ് എന്ന് പറയുന്നതും പേഴ്സണലൈസ്ഡ് ആണ്. വെൽനസ് ഒരു ജനറൽ സബ്ജക്റ്റ് അല്ല. ഇപ്പം നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു പ്രയോജനം കിട്ടിയെന്ന് വെച്ചാൽ അപർണയ്ക്ക് അത് കിട്ടണമെന്നില്ല. സോ ഇറ്റ് ഹാസ് ടു ബി പേഴ്സണലൈസ്ഡ്. അപ്പം നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ഡിസ്കവറി എന്ന് ചോദിച്ചാൽ പേഴ്സണലൈസേഷനാണ്. ഞാനിത് മനസ്സിലാക്കിയത്, ഞാനൊരു 2000 മുതൽ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കുന്ന ആളാണ്. ആൻഡ് ഐ സ്ട്രോങ്ലി ബിലീവ്, ഐ എം എ സ്ട്രോങ് അഡ്വക്കേറ്റ് ഓഫ് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ്. കാരണം ഇപ്പോൾ ചില ഡോക്ടേഴ്സോ ചില ഹെൽത്ത് കെയർ പ്രൊഫഷണൽസൊക്കെ പറയാറുണ്ട്, സപ്ലിമെൻറ്റ്സ് ഒന്നും കഴിക്കരുത്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഭക്ഷണം കഴിച്ചാൽ മതി, നല്ല ഭക്ഷണം. ഈ നല്ല ഭക്ഷണം ഒന്ന് ഡിഫൈൻ ചെയ്ത് തരാണെങ്കിൽ നമുക്ക് കഴിക്കാം. ഇതെങ്ങനെയാണ് നല്ല ഭക്ഷണം നമുക്ക് അറിയാൻ പറ്റുക? അത് നിറയെ വെജിറ്റബിൾസും നിറയെ ഫ്രൂട്ട്സും ഒക്കെ ഉള്ള ഭക്ഷണം. ഓക്കെ, എവിടെ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ്, എവിടെ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ്? മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നു. നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ സർവേയിൽ വെജിറ്റബിൾ മാർക്കറ്റിലുള്ള വെജിറ്റബിൾസിൽ 65% വിഷാംശമുള്ള കെമിക്കൽ കണ്ടെത്തി. ഓർഗാനിക് എന്ന ടൈറ്റിൽ വെച്ചിരിക്കുന്നതിൽ 55% വിഷാംശം കണ്ടെത്തി. അപ്പോൾ എന്തോ കഴിക്കേണ്ടത്? അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ന്യൂട്രിയൻസ് കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് നമ്മുടെ സ്വന്തം കിച്ചൺ ഗാർഡനിൽ ഓർഗാനിക്കായിട്ട് നമ്മൾ തന്നെ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണെങ്കിൽ ഫൈൻ. അതൊരു ലക്ഷറിയാണ്. അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പറ്റുന്ന പോലെ സപ്ലിമെൻറ്റും, നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് പറ്റുന്ന എന്തെങ്കിലും സപ്ലിമെൻറ്റ് കഴിക്കാമെന്നുള്ളത്. സോ അതുകൊണ്ട് ഞാനൊരു സ്ട്രോങ് അഡ്വക്കേറ്റാണ്. അപ്പോൾ ഞാൻ 2000 മുതൽ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ 2005 ഒരു US വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ജെനോമിക് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ജനറ്റിക് ടെസ്റ്റിംഗ് നമുക്ക് സലൈവയിൽ നിന്ന് ചെയ്യാൻ പറ്റും, നമ്മുടെ ഉമിനീരിൽ നിന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു സെല്ല് കിട്ടിയാൽ മതി, അതിനകത്ത് DNA എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ DNA-യിൽ നമ്മുടെ എൻ്റെ ഇൻഫർമേഷൻ കോഡറാണല്ലോ. ഇപ്പോൾ നമ്മൾ ജനിച്ച സമയത്ത് നമ്മളൊരു സെല്ലാണ്. നമ്മളുടെ അമ്മയുടെ ഗർഭാശയത്തിൽ ഒരു സെല്ലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്തുണ്ടായതാണ്. ആ സെല്ലിനകത്ത് 23 പേർ ക്രോമസോംസ്, ഈ ക്രോമസോമിനകത്ത് DNA, DNAക്കകത്ത് ജീൻ. ഈ ജീൻ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷനാണ്.
എങ്ങനെ ഉണ്ടാവണം, അപർണയുടെ ഹെയർ എങ്ങനെ ആയിരിക്കണം, മൂക്ക് എങ്ങനെ ആയിരിക്കണം, സ്കിന്നിൻ്റെ കളർ, എല്ലാ ഇൻഫർമേഷനും അതിനകത്തുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ തലമുറകളായിട്ട് കൈമാറി വരുന്ന അസുഖങ്ങളുടെ ഇൻഫർമേഷൻ ഉണ്ട്. ഇത്ര ഉള്ളൊരു അങ്ങനെയല്ലേ? 8000 ജനറേഷൻ്റെ ഇൻഫർമേഷൻ കിടപ്പുണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇത് ചിലതൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യും, ചിലത് എക്സ്പ്രസ് ചെയ്യില്ല. അതാണ് ചില ആൾക്കാർ പറയും അവളുടെ ഷേപ്പ് അവളുടെ മുത്തശ്ശിയുടെ ഷേപ്പാണെന്ന് പറയും. അമ്മയുടെ ആയിരിക്കില്ല, അപ്പോൾ മുത്തശ്ശിയുടെ ആയിരിക്കും. അത് വരാനുള്ള റീസൺ ഈ ഏതാണ് എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പോഴും നമുക്ക് വരുന്ന പല അസുഖങ്ങളും നമ്മളുടെ ഒരു ജനറേഷൻ മുമ്പുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളതാകും. അപ്പോൾ ഇത് പക്ഷേ ഇൻഫർമേഷൻ ഉണ്ട് അവിടെ. ഇത് ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനം എന്നുണ്ട്. 2003 ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് ഓപ്പൺ ആയത്. അതിനുശേഷം ഇന്നൊരു ഗ്ലോബൽ റിപ്പോസിറ്ററി ഒരു ഡേറ്റയുണ്ട്. ആ ഡേറ്റയെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ml സലൈവ അപർണയുടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് DNA എക്സ്ട്രാക്ട് ചെയ്ത് നിങ്ങളുടെ എൻ്റെ DNA ഡീകോഡ് ചെയ്ത് നിങ്ങൾക്ക് വരാൻ പോസിബിളായിട്ടുള്ള എല്ലാ അസുഖങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എനിക്ക് തരാൻ പറ്റും. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 4 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നമ്മളിപ്പോൾ 275 ഹെൽത്ത് കണ്ടീഷൻസ് നമ്മൾ അസസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിത് 2005 US വെച്ച് ചെയ്തു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഇത്രമാത്രം ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ളതും. 1. 2, ഈ പല ജീനുകളും നമ്മുടെ ഉള്ളിലുള്ള പല ജീനുകളുടെ എക്സ്പ്രഷനാണ് പല അസുഖങ്ങളായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ ചെയ്യുന്ന എക്സസൈസും നമ്മുടെ ജീവിത സാഹചര്യവും ഒക്കെ ഈ ജീനുകളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചിലത് എക്സ്പ്രസ് ചെയ്യും, ചിലത് എക്സ്പ്രസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ചില അസുഖങ്ങളുടെ ജീൻ ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യപ്പെടാതെ പോകും. ഇതിന് എപ്പിജെനറ്റിക്സ് എന്ന് പറയും, പുറത്തുനിന്ന് ആ ജീനിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ജെനോമിക്സ് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണ്, അതായത് ഇന്ന ഇപ്പോൾ ഒരു ക്യാൻസറിന് പോസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ലിവർ സിറോസിന്, അങ്ങനെ എനിക്കറിയില്ല, ലിവർ സിറോസിസ് ജീൻ ജെനറ്റിക്സ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ പല അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ മുന്നേ? അതിനാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുക. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം കൊറോണറി ആർട്ടറി ഡിസീസ് കോമൺ ആയിട്ടുള്ളത്, ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർ മരിക്കും. ഇത് ആ ജീൻ ഉണ്ടാവും. എൻ്റെ ഗ്രാൻഡ് ഫാദർ അങ്ങനെ മരിച്ച ആളാണ്, എൻ്റെ അച്ഛനും അങ്ങനെ മരിച്ച ആളാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതുണ്ട്. അപ്പോൾ സോ ഐ ക്യാരി ദാറ്റ് പർട്ടിക്കുലർ ജീൻ വേരിയൻറ്റ്. ഏത് കൊറോണറി ആർട്ടറി ഡിസീസിലേക്ക് ലീഡ് ചെയ്യാവുന്ന ഒരു ജീൻ വേരിയൻറ്റ് എൻ്റെ ഉള്ളിലുണ്ട് ജനിച്ചപ്പോൾ മുതൽ. പക്ഷേ എനിക്കത് വരാത്തതെന്ന് വെച്ചാൽ ഇതൊരു ഓണായിട്ടില്ല, ഉറക്കത്തിലാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇതെപ്പോൾ ഓണാവും, എന്താണ് ഇതിനെ ഓണാക്കുക? ഈ 2 ക്വസ്റ്റ്യൻ അതിനകത്തുള്ളത്. ഇതിന് സൊല്യൂഷൻ കൊടുക്കുന്നതിലാണ് കഴിവിരിക്കുന്നത്. അതിനാണ് നമ്മൾ എപ്പിജെനറ്റിക് സയൻസ് എന്ന് പറയുക. അപ്പം ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ കമ്പനിയിലൊക്കെ ചെയ്യുന്നത്, നമ്മൾക്ക് എക്സ്പേർട്സ് ഉണ്ട്. അവർ നമ്മുടെ ജീൻ ഇൻഫർമേഷൻ, ജനറ്റിക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് കോറിലേഷൻ തിയറിയെ ബേസ് ചെയ്തുകൊണ്ട് പബ്ലിഷ് ഡേറ്റയും കൂടെ വെച്ചുകൊണ്ട് ഈ കൊറോണറി ആർട്ടറി ഡിസീസിലേക്ക് ലീഡ് ചെയ്യുന്ന ജീനിനെ ഓൺ ആക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തും. ഈ സാഹചര്യങ്ങളെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. അതാണ് എപ്പിജെനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുക. ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് ഓൺ ആവാതിരുന്നാൽ ഒരിക്കലും ആ മനുഷ്യൻ മരിക്കുന്നത് വരെ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടായെന്ന് വരില്ല. ആ ജീൻ ഇവിടെ ഉണ്ടാവും, ജീനെ മാറ്റാൻ പറ്റില്ല. അതിന് ജീൻ തെറാപ്പി അല്ലെങ്കിൽ ജീൻ എഡിറ്റിംഗ് ഒക്കെ അതിവിടെ ലീഗലി പോസിബിൾ അല്ല. ജീനെ സപ്രസ് ചെയ്യാൻ പറ്റും. സപ്രസ് ചെയ്യണ്ട, ഓൺ ആവായിരുന്നാൽ മതി, ഓഫായി കിടന്നാൽ മതി. അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വാക്ക്. ഇത് ഓഫായി കിടക്കുക, അത് പോസിബിളാണ്. അങ്ങനെ വരുമ്പോൾ ശരിക്കും ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു കോറിലേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇതിനെ ട്രിഗേഴ്സ് എന്നാണ് പറയുക. ഈ ട്രിഗർ എന്ത് ട്രിഗറാണ്? ഇപ്പം സാധാരണ നമ്മൾ പറയുന്ന ഒരു ഭാഷയെ പറയുകയാണെന്നുണ്ടെങ്കിൽ ജീൻസ് ആർ ലോഡഡ് ഗൺസ് എന്ന് പറയും. ഇങ്ങനെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് ട്രിഗർ ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ. സോ യു നീഡ് ടു ഫൈൻഡ് ദ ട്രിഗർ ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദ ട്രിഗർ ഡസൻറ്റ് ഹാപ്പൻ. ഇതാണ് അത്രേ ഉള്ളൂ. ഇത് നമുക്ക് ശരിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നതോട് ഒരു റെവല്യൂഷൻ ഉണ്ടാവും. എങ്ങനെ? യു ആർ ഗോയിങ് ടു പ്രിവെൻറ്റ് ഓൾ ദ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അപ്പോൾ ചോദ്യം, അത് പോസിബിൾ ആണോ? ഇന്നത്തെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ബൈ 2045 all lifestyle diseases will vanish from the earth. 2045 ആകുമ്പോൾ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാവും എന്നാണ് പറയുന്നത്. PCOD ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലേ? അതെ. സമാധാനം. എത്ര വന്ന ആൾക്കാർ എന്ത് ചെയ്യണം എന്നുള്ളതല്ല, ഇനി വരാനുള്ള ആൾക്കാരെ സംബന്ധിച്ച് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് പോസിബിൾ. കാരണം അത്രമാത്രം നമ്മുടെ സയൻസ് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും. അതാണ് ഞാൻ പറഞ്ഞത്, പേഴ്സണലൈസേഷൻ ഇതിനകത്ത് കീ ആണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന സപ്ലിമെൻറ്റേഷൻ ആയിരിക്കില്ല അപർണയ്ക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ അപർണ ഉപയോഗിക്കുന്ന എക്സസൈസ് എനിക്കൊരിക്കലും പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരാൾ ജിമ്മിൽ പോയിട്ട് ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യുന്നു, HIIT ചെയ്യുന്നു. നമ്മൾ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത ശേഷം അതിൻ്റെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ടറിയാം നിങ്ങൾക്ക് HIIT പറ്റുന്ന ഒരാളാണോ അല്ലയോ. കാരണം നമ്മളുടെ ഹാർട്ടിൻ്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു QT എന്ന് പറഞ്ഞൊരു QT ഇൻ്റർവെൽ എന്ന് പറയും. ആ QT ഇൻ്റർവെൽ ചില ആൾക്കാർക്ക് പ്രൊലോങ്ഡ് ആയിരിക്കും. അതിന് പ്രൊലോങ്ഡ് QTയിലേക്ക് എത്തിക്കുന്ന ജീൻ അയാളിലുണ്ടാവും. ഈ ജീൻ ഉള്ള ഒരാൾ
ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ചെയ്താൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഹിസ് ഹാർട്ട് മേ ഫെയിൽ. അപ്പം ഇതാണ് പല ആൾക്കാർ ഈ ജിമ്മിൽ കൊളാപ്സ് ചെയ്ത് മരിക്കാനുള്ള റീസൺ. അപ്പോൾ ഇവിടെ പോയിന്റ് എന്താ വെച്ചാൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി മോഡിഫൈ യുവർ എൻ്റയർ എക്സസൈസ് പാറ്റേൺ, യുവർ വർക്കൗട്ട് പാറ്റേൺ. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പേഴ്സണലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതെല്ലാം പേഴ്സണലൈസ് ചെയ്യാം. ഈവൻ ഫുഡ്, സപ്ലിമെൻറ്റ്സ്, ഫിറ്റ്നസ്, മെഡിസിൻ, എവറിഥിങ് ക്യാൻ ബി പേഴ്സണലൈസ്. അതാണ് ഇന്നത്തെ ഹെൽത്തിലെ ഏറ്റവും വലിയ ഡിസ്കവറി. ഈ ഇപ്പം ഈ ജീൻസ് ഇവിടെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഇപ്പോഴത്തെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റ് അല്ലേ, എല്ലാം ഭയങ്കര ഫാസ്റ്റ്. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് മാത്രമല്ല, എവറിത്തിങ് ഈസ് ഫാസ്റ്റ് അല്ലേ. നമ്മളെല്ലാം ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാൻ നോക്കുന്നല്ലേ. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ട്രിഗർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലല്ലേ ശരിക്കും നമ്മൾ. അങ്ങനെ നമ്മൾ പറയുന്ന പോലെ ഇപ്പം ഒരു സ്ട്രെസ് ഉണ്ടായതുകൊണ്ട് എല്ലാ ജീനും കൂടെ ട്രിഗറൊന്നും ആവത്തില്ല. ഓരോ ജീനിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടറുകളുണ്ടാവും, പല പല ഫാക്ടറുകളുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിളിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം കൊറോണറി ആർട്ടറി ഡിസീസ് കോമൺ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, ആ ഒരു ജീൻ എൻ്റെ ഉള്ള ആ ഒരു ജീൻ വേരിയൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ജീൻ വേരിയൻറ്റിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ കുറേ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ട് അത് ട്രിഗർ ചെയ്യണമെന്നില്ല. എൻ്റെ റിപ്പോർട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് B9 എന്നുള്ളൊരു വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി എന്നെനിക്ക് ഉണ്ടാവുന്നു, അത് ട്രിഗേർഡ് ആവും. അപ്പം B9 എന്ന് പറഞ്ഞാൽ ഫോളിക് ആസിഡ് എന്ന് പറയും. അപ്പം ഫോളിക് ആസിഡ് അല്ലെങ്കിൽ ഫോളേറ്റ് എൻ്റെ ബ്ലഡിൽ അതിൻ്റെ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് എനിക്ക് എൻഷുർ ചെയ്യാൻ സാധിച്ചാൽ ഐ വുഡ് ബി ഏബിൾ ടു ബ്ലോക്ക് ദാറ്റ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അതിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒത്തിരി ആൾക്കാരെ ആവശ്യമില്ലാതെ ആൾക്കാരെ പേടിപ്പിക്കും. ഇന്നത്തെ ലൈഫ് സ്റ്റൈല്, പൊല്യൂഷൻ, അതായത് നമ്മളുടെ ബോഡിയുടെ മെക്കാനിസം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റിനനുസരിച്ച് നമ്മുടെ ബോഡി എക്യുപ്ഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ജീവിക്കുന്ന ഇപ്പോഴത്തെ നമ്മുടെ ഒരു പരിതസ്ഥിതിയിൽ ഒരു പക്ഷേ 30 വർഷം അല്ലെങ്കിൽ 50 വർഷം മുമ്പ് ജീവിച്ച ഒരാൾക്ക് ജീവിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളത് എക്യുപ്ഡ് ആയി കഴിഞ്ഞു. ഇപ്പം ചില ആൾക്കാർ പറയും മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബ്രെയിൻ ഡാമേജ് ആയി പോകും. സോ ഡെഫിനറ്റ്ലി അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനകത്തൊക്കെ പ്രശ്നം ഉണ്ടാവുന്നുണ്ടാവും. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ജീനുകളും അതനുസരിച്ച് അതിൻ്റേതായിട്ടുള്ള മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. അതല്ല, നമ്മളിപ്പോൾ വരുന്ന പുതിയ കുട്ടികളെ നോക്കിയാൽ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ നോക്കിയാൽ നമ്മൾ പലരും ചോദിക്കാറില്ല ഇവരെങ്ങനെ ഇതൊക്കെ പഠിച്ചിട്ട് വരുന്നെന്ന് ചോദിക്കില്ല. ഇത്രമാത്രം സ്മാർട്ടായിട്ട് വരുന്നുണ്ട്. ജനിക്കുമ്പോൾ അവർ ഒരു ജനിച്ചെനിക്ക് വന്ന മൊബൈൽ കണ്ട അപ്പം തന്നെ അവരിങ്ങനെ കാണിക്കുന്നത് കാണാം. ഇതിങ്ങനെയാണുണ്ടായെന്ന് അവരാരും പഠിപ്പിച്ചു വിട്ടു. അപ്പോൾ അത്രയും ഇൻ്റലിജൻസ് നമ്മുടെ സെല്ലിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്രമാത്രം വറീഡ് ആവാനൊന്നുമില്ല ഇവിടെ ഈ പ്രപഞ്ചത്തിൽ. ഇത്രമാത്രം ഈ ലോകത്തിൽ എല്ലാം പ്രശ്നമാണ്, മൊത്തത്തിൽ പ്രശ്നമാണെന്നൊരു ധാരണയുണ്ട്. അങ്ങനെയൊന്നുമില്ല. അത് ഇറ്റ്സ് ഫൈൻ. അത് നമ്മളതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ നമ്മളും കൂടെ തയ്യാറാവണം. ഇപ്പം എത്രയോ ആൾക്കാർ കൃത്യമായ ഭക്ഷണക്രമത്തിലൂടെ പോകുന്നു. രാവിലെ 8:30 ബ്രേക്ക്ഫാസ്റ്റ്, 12:30 ഊണ്, പിന്നെ രാത്രി 7 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർ, എത്രയോ ആൾക്കാർ വളരെ ഏർലി ഏജിൽ മരിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെ രാത്രിയിൽ ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല, ജ്യൂസ് മാത്രമേ കുടിക്കാറുള്ളൂ എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. അറിവില്ലായ്മ കൊണ്ടാണ്. കാരണം രാത്രി ജ്യൂസ് കുടിക്കുന്നതിനേക്കാൾ അതിനേക്കാൾ നല്ലത് വേറെ എന്തെങ്കിലും കുടിക്കുന്നതാണ്. ഒന്നാമത് ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കഴിഞ്ഞാൽ ഫൈബർ കണ്ടന്റ് നഷ്ടപ്പെടും. അതെ, മാത്രമല്ല ഫ്രക്ടോസ് ലെവൽ രാത്രിയിൽ, ഫ്രക്ടോസിൻ്റെ കുഴപ്പം ഗ്ലൂക്കോസിനേക്കാൾ ഡേഞ്ചറസ് ഫ്രക്ടോസ്. കാരണം അത് ഈ ലെവൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുക രാത്രി മുഴുവൻ. അപ്പം നമുക്ക് ഉറക്കത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഇൻസുലിൻ ലെവൽ, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ബേസിക്കലി പേഴ്സണലൈസേഷനാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ പേഴ്സണലൈസേഷൻ നേരത്തെ അപർണ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഡിമാൻഡുണ്ട്, നമ്മുടെ വേൾഡ്, ഈ നമ്മുടെ ലോകം ഡിമാൻഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. യു നീഡ് ടു ഡു സോ മെനി തിങ്സ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒറ്റ മാർഗ്ഗം മാത്രമേ ഉള്ളൂ, വി ഹാവ് ടു പെർഫോം ബെറ്റർ അല്ലേ. നമുക്ക് നമ്മുടെ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗ്ഗവും. ഇപ്പോൾ ഈ സ്റ്റീഫൻ ഹോക്കിൻസ്, അതായത് ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് പറയുന്നത്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുതിച്ചു കയറുന്ന സമയത്ത് ഹ്യൂമൻ റേസിന് അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കുതിച്ചു കയറുന്ന കാലമാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് അതിന് അന്ത്യം ഉണ്ടാവാതിരിക്കണം എന്ന് വെച്ചാൽ, അതർവൈസ് നമ്മുടെ ബ്രെയിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റണം എന്നാണ് അങ്ങേര് തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ടൈമാണ്. ആക്ച്വലി വി ഹാവ് ടു ഒപ്റ്റിമൈസ് അവർ ബ്രെയിൻ, ഒപ്റ്റിമൈസ് അവർ ബോഡി. ലോകത്തിലുള്ള ഡിമാൻഡ് ഇന്നത്തെ സ്പീഡിനനുസരിച്ച് കുതിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനിനെയും നമ്മുടെ ബോഡിയെയും ഒപ്റ്റിമൈസ് ചെയ്യുക. എന്നാൽ നമ്മൾ പറയുന്ന ഹ്യൂമൻ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു സ്കെയിലിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് സാധിക്കുന്നു വെച്ചാൽ ഇന്ന് ടെക്നോളജിയും സയൻസും അവൈലബിൾ ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു റിങ് എടുത്ത് നോക്കിയാൽ ഇത് നമ്മുടെ ഒരു പ്രൊഡക്റ്റാണ്, ലോഞ്ച് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് കിടക്കുന്നതാണ്. സ്മാർട്ട് റിംഗ് ആണ്. ഇതിനകത്ത് കംപ്ലീറ്റ് സെൻസേഴ്സാണ് ഇത് നോക്കിയാൽ. ഇത് വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ മൊബൈലിൽ എൻ്റെ ഹാർട്ട് റേറ്റ്, എൻ്റെ റെസ്പിറേറ്ററി റേറ്റ്, ഒരു 30 പാരാമീറ്റേഴ്സ് എങ്കിലും എപ്പോഴും മെഷർ ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ എൻ്റെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി, ഇപ്പം ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം ചോദിക്കും.
നല്ലതായിരുന്നു എന്ന് പറയും. ഈ നല്ലതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. അതേസമയം ഇപ്പോൾ എൻ്റെ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നൈറ്റിൽ എൻ്റെ സ്ലീപ്പിൻ്റെ മുഴുവൻ പാറ്റേണും വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിന് ഡീപ്പ് സ്ലീപ്പ് എത്ര തവണ ഉണ്ടായി, ലൈറ്റ് സ്ലീപ്പ് എത്ര ഉണ്ടായിരുന്നു, REM എത്രയുണ്ട്, എത്ര തവണ ഞാൻ വേക്കപ്പ് ആയെങ്കിൽ എത്ര തവണ അവേക്കായി, ആ സമയത്ത് എൻ്റെ ഹാർട്ട് റേറ്റ് എത്ര ഡിപ്പായി, എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മെഡിക്കൽ സയൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും വലിയ ജോലി എന്ന് പറയുന്നത് ഈ ഡേറ്റയെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോഞ്ചിവിറ്റി കോൺഫറൻസ് ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ബേസിക്കലി അതർവൈസ് ദേ വിൽ ബി ഔട്ട് ഓഫ് ബിസിനസ്. ഈ മറ്റേ സ്റ്റെതസ്കോപ്പൊക്കെ വെച്ചിട്ട് പൾസൊക്കെ പിടിച്ചു നോക്കുന്ന കാലമൊക്കെ പോയി. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഈ ജെൻസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർ ആ കൂടി ഈ സ്ക്രീൻ എടുത്ത് കാണിക്കത്തുള്ളൂ. ദിസ് ഈസ് മൈ റിപ്പോർട്ട് ഫോർ ദ ലാസ്റ്റ് 1 week. ഡോക്ടർ എന്താ പ്രശ്നം എൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PRQ അതെന്താ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അത് ആ ഡേറ്റയെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്നത് ക്വാണ്ടിഫൈഡ് സെൽഫ് എന്നാണ് പറയുക. യു ക്യാൻ ക്വാണ്ടിഫൈ. ഞാനിപ്പോൾ വന്നു കഴിഞ്ഞാൽ അപർണയോട് ചോദിക്കുകയാണ്, അപർണ ഹൗ യു ഡൂയിങ് എന്ന് ചോദിക്കുമ്പോൾ ഫാന്റാസ്റ്റിക് എന്ന് പറയുന്നതിന് പകരം 82 എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോരും. എന്ന് പറയുമ്പോൾ യു വിൽ ബി ഏബിൾ ടു ക്വാണ്ടിഫൈ യുവർ എൻറ്റയർ ഹെൽത്ത്, വെൽബീയിങ്, എവറിത്തിങ് വിൽ ബി ക്വാണ്ടിഫൈഡ്. ഇപ്പം ഞാൻ രാവിലെ എണീക്കുന്ന സമയത്ത് ഞാൻ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ആദ്യം മൊബൈലിൽ നമ്മൾ ഒരു എക്സസൈസോ കഴിഞ്ഞിട്ട് ഞാൻ നോക്കും. ഐ വിൽ ജനറലി ചെക്ക് വാട്ട് ഈസ് ദർ ഈസ് സംതിങ് കോൾഡ് റെഡിനെസ് സ്കോർ. അപ്പോൾ എൻ്റെ റെഡിനെസ് സ്കോർ എത്രയാണ്, അതായത് പ്രീവിയസ് നൈറ്റിലെ സ്ലീപ്പ്, ഡിന്നർ മുതൽ അങ്ങ് കൗണ്ട് ചെയ്യും അത്. അപ്പോൾ ഒരു 70-72 ഒക്കെ ആയിരിക്കും എൻ്റെ റെഡിനെസ് സ്കോർ എങ്കിൽ ആ ദിവസത്തിന് നമ്മൾ റെഡി ആവണമല്ലോ. അപ്പോഴേക്കും അതെങ്ങനെ എനിക്കൊരു 85 ആക്കാമെന്നുള്ള റെക്കമെൻഡേഷൻ തരും. ഈ ഞാനൊരു ചോദിക്കട്ടെ, ഈ AI വെച്ചിട്ട് ഇപ്പോൾ ഇത് AI കാര്യം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് ഞാനത് ഇൻറ്ററപ്റ്റ് ചെയ്തത്. ഈ AI വെച്ചിട്ട് നമ്മുടെ ക്യാൻസർ ഈയിടെ ഡിറ്റക്ട് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ശരിക്കും ചെയ്യാൻ പറ്റുമോ? പറ്റും. സത്യമായിട്ടുള്ള കാര്യമാണോ? എന്തിനെ ബേസ് ചെയ്താൽ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ചില ആൾക്കാർ വിചാരിക്കുന്ന AIക്ക് എങ്ങനെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലൊരു ഇമേജ് വരും, ട്യൂമർ. ഓക്കെ, അപ്പോൾ ഇത് പോയിട്ട് ട്യൂമർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുമോ, ഇങ്ങനെയായിരിക്കും നമുക്ക് ചിന്തിക്കുക. അതല്ല അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇപ്പം നമുക്കൊരു ഒരു 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 ഡിസീസ് സിംറ്റം ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഒരു ഡിസീസ് സിംറ്റം ഉണ്ട്. മേ ബി സംബഡി സെയിങ് ദാറ്റ് ഐ ഹാവ് ഗോട്ട് ഹെഡേക്ക്. ഓക്കെ, പല ആൾക്കാരും പറയുന്നത് നോർമൽ ഹെഡേക്ക്, പക്ഷേ ഐ എം ഹാവിങ് ഇറ്റ് റിപ്പീറ്റഡ്ലി ഓൺ ദിസ്. അപ്പോൾ ഡോക്ടർ ചോദിക്കണമെന്നില്ല, നിങ്ങൾ ഫീഡ് ചെയ്യാണ് ഐ ഹാവ് ഹെഡേക്ക്. അപ്പോൾ AI എവിടുന്ന് ക്വസ്റ്റ്യൻ ചെയ്യാണ്, വിച്ച് പാർട്ട് ഓഫ് ദ ഹെഡ്, റൈറ്റ് സൈഡ്, വിച്ച് പാർട്സ്, ബി സ്പെസിഫിക്, റൈറ്റ് സൈഡ് മേ ബി സ്ലൈറ്റ്ലി ഓൺ ദ ബാക്ക്. അപ്പം അവിടുന്ന് ഒരു ഇമേജ് കാണിക്കുകയാണ്, സ്പോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് പിന്നെ വരുന്നത് അടുത്ത പ്രോംപ്റ്റാണ്. അടുത്ത പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതല്ലാതെ വേറെയുള്ള നിങ്ങൾക്ക് ഇതുമായി അപ്പം ഈ ഭാഗത്ത് പെരിനി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹെഡേക്ക് വരുന്ന ഒരാൾക്ക് എന്ത് പോസിബിലിറ്റികൾ ഉണ്ടെന്നുള്ളത് ഏകദേശം AIക്ക് അറിയാമല്ലോ, ഡേറ്റയാണല്ലോ അത്. സോ നെക്സ്റ്റ് അതുമായിട്ട് കണക്റ്റഡായിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ടോ, ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ. ഈ ഇത്രയും ഡേറ്റ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ്സ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ വിച്ച് ഇസ് ലൈങ് ദെയർ. ഏറ്റവും ഡിമാൻഡുള്ള പ്രൊഫഷൻ എന്ന് പറയുന്നത് ഡേറ്റ അനലിസ്റ്റ്, ഡേറ്റ സയൻറ്റിസ്റ്റുകളുണ്ടെന്ന്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വരുന്ന മോസ്റ്റ് പ്രോബബ്ലി ഗോഡ് വില്ലിങ് ഒരു സെപ്റ്റംബറോടുകൂടി ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു ആപ്പിനകത്ത് യു ജസ്റ്റ് ലുക്ക് അറ്റ് ദി മൊബൈൽ ഫോൺ, നിങ്ങൾ ആ സ്ക്രീനിൽ നോക്കുക, ഇറ്റ് വിൽ സ്കാൻ യു ഫോർ 45 seconds. Then it will give you information like your stress level, pulse rate, heart rate, blood pressure without touching your body. അപ്പോൾ ഇത് എന്തിനെ ബേസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്? ഇത് ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ്. അതായത് നിങ്ങളുടെ ഫേസിൻ്റെ മൈക്രോ എക്സ്പ്രഷൻസിനെ ക്യാപ്ചർ ചെയ്ത ശേഷം അതിനെ അവൈലബിൾ ഡേറ്റ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിൽ ഉണ്ടാവുന്ന എങ്ങനെയൊക്കെയാണ് എന്നുള്ള ആ ഡേറ്റയുടെ ആക്യുറസിയാണ് അവിടെ വരുന്നത്. അതേപോലെയാണ് ഈ ക്യാൻസറിലും AI ഹെൽപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇറ്റ് ക്യാപ്ചേഴ്സ്, ഇറ്റ് അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഓക്കെ വിത്ത് ദീസ് സിംറ്റംസ് ദിസ് കുഡ് ബി ദ റീസൺ. ഇതാണ് AI കൊണ്ട് കിട്ടുന്ന അഡ്വാൻറ്റേജ്. ഇതൊരിക്കലും ഒരു ഹ്യൂമന് പറ്റുന്നതല്ല. ഇത്രയും ഡേറ്റ ഒരേ സമയം ഇരുന്ന് പ്രോസസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഡിറ്റക്ഷൻ ഡയഗ്നോസിസിൽ AI ഭയങ്കരമായുള്ള റോൾ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ ബയോ ഹാക്കിംഗ് എന്താ? ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു വേണമെങ്കിൽ ഒരു പരിധി വരെ പറഞ്ഞൊരു ഫാൻസി വേർഡ് എന്ന് പറയാം. പക്ഷേ ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി. ബയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് എല്ലാം കൂട്ടി പോകും.
ഹാക്ക് ചെയ്യുക എന്നുള്ള വാക്ക് നമ്മൾ ഇന്നത്തെ ഒരു ട്രെൻഡിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കൂട്ടിയാൽ മതി. ടേക്കിംഗ് കൺട്രോൾ അല്ലേ, ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് കൺട്രോൾ. ഇപ്പം ഞാൻ ആ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ ടുക്ക് കൺട്രോൾ ഓഫ് ദ കമ്പ്യൂട്ടർ. സെയിം വേ ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി ഈസ് കോൾഡ് ബയോ ഹാക്കിംഗ്. അപ്പോൾ ഇതൊരു ഡു ഇറ്റ് യുവർ സെൽഫ് മോഡലാണ് ഈ ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഡു ഇറ്റ് യുവർ സെൽഫ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും നമ്മളുടെ സ്വന്തം ആരോഗ്യത്തിൽ, നമ്മുടെ സ്വന്തം ശരീരത്തിൽ, നമ്മുടെ സ്വന്തം ബയോളജിയിൽ കൺട്രോൾ ഇല്ലാതെ വരുമ്പോഴാണ് മറ്റാരുടെയെങ്കിലും ഹെൽപ്പ് നമുക്ക് വേണ്ടി വരുന്നത്. സോ ഇഫ് യു ക്യാൻ കൺട്രോൾ യുവർ സെൽഫ്, സപ്പോസ് ഫോർ എക്സാമ്പിൾ എൻ്റെ ശരീരത്തിലെ സെല്ലുകളുടെ പ്രവർത്തനത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ബ്രെയിനിൻ്റെ ഫങ്ഷനിങ്ങിനെ എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുകയാണ്. ഈ പ്രോസസ്സാണ് ബയോ ഹാക്കിംഗ് ചെയ്യുന്നത്. എന്താണിത്? ഇതൊരു പുതിയ ശാസ്ത്രമല്ല. ഇതിന് ബയോ ഹാക്കിംഗ് ഇപ്പോൾ പറയാനുള്ള റീസൺ, ടെക്നോളജിയും സയൻസും വന്നതോടുകൂടി നമുക്കിതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നു. സാധാരണ നമ്മൾ പറയുമല്ലോ, ഇഫ് യു വാണ്ട് ടു മാനേജ് എനിത്തിങ് യു ഷുഡ് ബി ഏബിൾ ടു മെഷർ ആൻഡ് മോണിറ്റർ. മെഷർ, മോണിറ്റർ, മാനേജ്, അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ മെഷറും മോണിറ്റർ ചെയ്യാനും ഇന്ന് ഇത്തരത്തിലുള്ള പല ഡിവൈസുകൾ, IoT ബേസ്ഡ് ഡിവൈസ്, AI ബേസ്ഡ് ഡിവൈസ് വരുന്നു, ജനറ്റിക്സ് വരുന്നു. സോ യു ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെ യു യുവർ സെൽഫ് ക്യാൻ മാനേജ്. ഇതാണ് ബയോ ഹാക്കിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. ഞാനിതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പർ ലെവലിലൊക്കെ പഠിക്കുന്ന സമയത്ത്, കാരണം ഞാനിതിലേക്ക് ഡീപ്പറായിട്ട് പോകാനുള്ള റീസൺ, ഞാൻ ഈ 2000 ആഫ്റ്റർ 2000 ഞാൻ ഈ ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷണൽ ഇവൻറ്റ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കുറേ കൂടെ ഡീപ്പർ ലെവലിലേക്ക് മനസ്സിലാക്കണം തോന്നിയിട്ടാണ് ഞാൻ ന്യൂറോ സയൻസിലേക്ക് കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ ഇൻവോൾവ് ചെയ്തതും തോട്ട് പ്രോസസ് റീ എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റിൽ റിസർച്ചും ഒക്കെ ചെയ്തത്. 2016-17 ഞാൻ കുറച്ചുകൂടെ ഈ ഹ്യൂമൻ പെർഫോമൻസ് അല്ലെങ്കിൽ പീക്ക് പെർഫോമൻസ്, അതേപോലെ ലോഞ്ചിവിറ്റി, അതായത് കൂടുതൽ കാലം എങ്ങനെ ആരോഗ്യത്തോടുകൂടിയും എനർജിയോടും ജീവിക്കാം എന്നുള്ളത് കൂടുതൽ താല്പര്യം തോന്നി. കാരണം ഞാൻ എൻ്റെ 50കളിലേക്ക് അടുക്കുന്നു. അപ്പോൾ എനിക്ക് 50കൾക്ക് ശേഷമുള്ള കാലം എങ്ങനെ കൂടുതൽ എനർജിയോടുകൂടി മേ ബി കുറച്ചുകൂടെ സ്ലോ ഡൗൺ ചെയ്ത്, ഏജിങ്ങിനെയൊക്കെ സ്ലോ ഡൗൺ ചെയ്ത് എങ്ങനെ നിർത്താം എന്നുള്ളത്. എന്നാണ് ഇങ്ങനെ ഇവിടെ മലയാളത്തിൽ പറഞ്ഞാൽ മമ്മൂക്കയാവെന്ന് എല്ലാവരും ചോദിക്കാം. അപ്പം എങ്ങനെ നിർത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പറയത്തില്ലല്ലോ, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഡീപ്പർ ലെവലിൽ സ്റ്റഡീസ്, അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സയൻസ് എന്ന് പറയുന്നത് ബയോ ഹാക്കിംഗ് സയൻസാണ്. അപ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ ഇപ്പം നമ്മൾ ഫിലിം ഫീൽഡൊക്കെ പലരും ചെയ്യുന്ന പലതും അത് തന്നെയാണ്. അവർ പേര് പറഞ്ഞിട്ടൊന്നും ഉണ്ടാവത്തില്ല ആരും, പക്ഷേ ദേ ആർ ഡൂയിങ് ഇറ്റ്. ആരെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അതിലൂടെ ആയിരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ബയോ ഹാക്കിങ്ങിലേക്ക് ഇൻട്രസ്റ്റഡ് ആയത്. പക്ഷേ ഇതൊരു വെസ്റ്റേൺ വേൾഡിൽ നിന്ന് വന്ന ഒരു കോൺസെപ്റ്റ് പോലെ തോന്നിക്കുമെങ്കിലും ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസ് പലതും നമ്മുടെ ഈസ്റ്റേൺ വെൽനസ് തന്നെയാണ്. ഇപ്പം വെസ്റ്റേൺ വേൾഡിൽ പറയുന്ന ഒരു ബയോ ഹാക്കിംഗ് ടെക്നിക്കാണ് എർത്തിങ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ്. അതായത് നഗ്നവാതരായിട്ട് മണ്ണിൽ കൂടെ നടക്കുക, ഇതാണ് സംഭവം. അപ്പോൾ കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും എർത്തിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടിയാണ്. ഇനി വളരെ സിമ്പിളായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. ഒരു പക്ഷേ എനിക്കറിയില്ല, ഓരോരുത്തരുടെയും മിക്കയിടത്തും ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആൻസർ എനിക്ക് വളരെ നിരാശാജനകമാണ്. എന്നാണ് ലാസ്റ്റ് മണ്ണിൽ കാല് കുത്തിയത്? മണ്ണ്, പുല്ല് കുറവാ, ഭയങ്കര ഇതാണ്. ചെരുപ്പിടാതെ ഫ്ലാറ്റിൽ നടക്കുന്നവരുണ്ടാവും, പക്ഷെ അതുകൊണ്ട് മണ്ണിൽ തൊടുന്നതിന് ഇക്വലന്റ് ആവില്ല. കാരണം വിട്രിഫൈഡ് ടൈൽസ് ആണ്, അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ശരിക്കും നോക്കിയാൽ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഏത് എക്യുപ്മെൻറ്റും എർത്ത് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളുടെ ശരീരത്തിൽ ഹൈ ലെവൽ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ളത്. നമ്മുടെ വീട്ടിലുള്ള റെഫ്രിജറേറ്ററും എല്ലാം എർത്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മാത്രം നമ്മുടെ ശരീരത്തിന് എർത്ത് ചെയ്യുന്നില്ല. സോ ഇത് വൺ ഓഫ് ദ റൂട്ട് കോസസ് ഓഫ് മെയിൻ പ്രോബ്ലം, അല്ലെങ്കിൽ വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലംസ് വാട്ട് ഹ്യൂമൻ ഹെൽത്ത് ഫേസസ് ഈസ് ബിക്കോസ് യു ആർ നോട്ട് എർത്ത്ഡ്. ഞാനത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. എനിക്ക് ഒരിടയ്ക്ക് എന്തോ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ എനിക്ക് കൈക്കൊക്കെ ചെറിയ മരവ് പോലെ വന്നു, ചെറുതായിട്ട്. അത് ചില ആൾക്കാർക്ക് ചില സമയത്ത് വരുന്നതായിരിക്കാം. പക്ഷേ എനിക്കത് പെട്ടെന്ന് ഈ ഒരു ഒറ്റ പ്രോസസ്സിൽ കൂടെ എനിക്കത് റിക്കവർ ചെയ്യാൻ സാധിച്ചു. എർത്തിങ് ഒന്നുമില്ല, വീടിന് മുമ്പിൽ നല്ലൊരു പുൽത്തകടി ഉണ്ടാവും, ഇവിടെ നടക്കുക, രാവിലെ ഒരു 10 മിനിറ്റ് നടക്കുക, പുല്ല് മണ്ണിൽ നമുക്ക് ഭൂമിയെ തൊടാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ആഴ്ചയിലൊരു 2 ദിവസമെങ്കിലും ഭൂമിയെ തൊടാൻ പറ്റിയാൽ തന്നെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. PCODയും ഒക്കെ അതിലൊക്കെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഇതൊരു ബയോ ഹാക്കിംഗ് ടെക്നിക്കായിട്ടാണ് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മൾ നാച്ചുറലായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണ് പറയുന്നത് ബയോ ഹാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാക്കിംഗ് യുവർ ഓൺ ബയോളജി ബൈ യൂസിങ് സയൻറ്റിഫിക്കലി പ്രൂവൺ മെത്തേഡ്സ്, ടൂൾസ്,
അതാണ് നോർമലി ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ DNA ടെസ്റ്റ് ചെയ്ത് നമ്മളുടെ ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്ത് ഡിസീസ് ഫ്രീ ലൈഫ് ബിൽഡ് ചെയ്യുന്നതും ബയോ ഹാക്കിംഗ് ആണ്. ഇപ്പം ഒരുപാട് എസ്തറ്റിക് ക്ലിനിക്സും പിന്നെ ഒരുപാട് എന്താ പറയുക ഇപ്പോൾ ഏജ് റിവേഴ്സിങ് അങ്ങനത്തെ കുറേ മെക്കാനിസംസ് ഒക്കെ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം ലേസർ ഹെയർ റിഡക്ഷൻ അങ്ങനെ കുറേ എന്താ പറയുക എനിക്കറിയില്ല, എങ്കിലും എല്ലാം കൂടി നെയിം ചെയ്യാൻ പോലും പറ്റില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ വൺ അമോങ് ദി കോമൺ ആൻഡ് ഡിസ്കസ്ഡ് ഒരു ട്രീറ്റ്മെൻറ്റാണ് ഗ്ലൂട്ടാത്തയോൺ IV എടുക്കുക എന്നുള്ളത്. പക്ഷെ അതിൽ റീസെൻ്റ്ലി ഞാൻ ഡിസ്കവർ ചെയ്ത കാര്യമാണ് ഗ്ലൂട്ടാത്തയോൺ കൊണ്ട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റും ഉണ്ടാകും എന്നുള്ളത്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? എന്താണ് ശരിക്കും ഗ്ലൂട്ടാത്തയോണിനോടൊരു സ്റ്റിഗ്മയുണ്ട് ആളുകൾക്ക്. കാരണം ഇപ്പം സ്കിൻ ലൈറ്റൻ ചെയ്യാനാണ്, ലൈറ്റൻ ചെയ്യുന്നത് എന്തിനാണ്, അങ്ങനെയുള്ള ഒരുപാട് ഡിസ്കഷൻ ടോപ്പിക്കുകൾ വരുന്നുണ്ടല്ലോ. അപ്പം എന്താണ് സാറിന് പറയാനുള്ളത്? ആക്ച്വലി ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഗ്ലൂട്ടാത്തയോൺ പല ആൾക്കാരും വിചാരിച്ച് എന്തോ ഒരു കെമിക്കൽ പുറത്തുനിന്ന് നമ്മൾ കൊടുക്കുന്നു. ശരീരത്തിൽ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന, നമ്മുടെ ലിവർ ഉണ്ടാക്കുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ. ഇതെന്തിനു വേണ്ടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വെളുപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. ഇത് ഉണ്ടാക്കുന്നത് ബേസിക്കലി നമ്മുടെ ശരീരത്തിനകത്തുണ്ടാവുന്ന ഓക്സിഡേഷൻ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മളൊരു ആപ്പിൾ കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ ബ്രൗൺ കളർ ആവുന്നത്? ഓക്സിജൻ അതിനകത്തെ അയണിനെ ഓക്സിഡൈസ് ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ നോക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഓക്സിജനാണ്. അപ്പോൾ ഈ ഓക്സിജൻ എന്തിനെ ടച്ച് ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ തുരുമ്പ് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഓക്സിഡൈസ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ ഓക്സിഡേഷനും കൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മദർ ഓഫ് ഓൾ ആൻറ്റി ഓക്സിഡൻസ് എന്നാണ് പറയുക ഗ്ലൂട്ടാത്തയോൺ. അപ്പോൾ ഗ്ലൂട്ടാത്തയോണിൻ്റെ ജോലി ഈ ഓക്സിഡേഷനെ റിവേഴ്സ് ചെയ്യുക അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യുക, ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നൗ സ്കിൻ വൈറ്റനിങ് അല്ലെങ്കിൽ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഗ്ലൂട്ടാത്തയോൺ യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. ഇതുവരെ എല്ലാ പേപ്പറുകളും ഒരൊറ്റ സയൻറ്റിഫിക് പേപ്പർ പോലും എഗനിസ്റ്റ് ആയിട്ട് പറയുന്നില്ല. ഓക്കെ, എന്ത് സ്റ്റിഗ്മ പറഞ്ഞാലും ആർക്കെങ്കിലും സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെന്നും ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും നെഗറ്റീവ് സൈഡ് ഉള്ളതായിട്ട് ആർക്കും പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നൗ എന്തിനാണ് ഗ്ലൂട്ടാത്തയോൺ എന്ന് ചോദിച്ചാൽ എഗെയിൻ കമ്മിങ് ബാക്ക്, ആൻറ്റി ഓക്സിഡൻറ്റ് എഫക്റ്റ്, ഡീടോക്സിഫിക്കേഷൻ എഫക്റ്റ്, ഇത് രണ്ടുമാണ് ഏറ്റവും, ഇമ്മ്യൂണിറ്റിയൊക്കെ തേർഡാണ്. ഇത് രണ്ടുമാണ് ഏറ്റവും ലിവർ ഫംഗ്ഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത് ഗ്ലൂട്ടാത്തയോണാണ്. ഫാറ്റി ലിവർ കണ്ടീഷൻസിലൊക്കെ ഗ്ലൂട്ടാത്തയോണാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ പ്ലേ ചെയ്യുന്നത്. ഗ്ലൂട്ടാത്തയോൺ ഇസ് എ ബ്രില്യൻ മോളിക്യൂൾ. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് സ്കിൻ ബ്രൈറ്റനിങ് ആണ്. സൈഡ് എഫക്റ്റ് ആണ് ആക്ച്വലി മെയിൻ എഫക്റ്റ് അല്ലത്. പക്ഷേ ചില ആൾക്കാർ പറയും ഇത് ഉപയോഗിച്ചിട്ടൊന്നും പ്രയോജനം കിട്ടിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിന് റീസൺ എന്താണെന്നറിയോ? ഇവരുടെ ശരീരത്തിൽ അത്രമാത്രം ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. ഇവർ ഇഞ്ചെക്ട് ചെയ്യുന്ന ഗ്ലൂട്ടാത്തയോൺ മുഴുവൻ ഈ ഓക്സിഡേഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ്. സ്കിന്നിലേക്ക് എത്താൻ പോലും പറ്റുന്നില്ല, ഗ്ലൂട്ടാത്തയോൺ സാധിക്കുന്നില്ല. ഇതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇത് ഒരു ബ്ലൈൻഡായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറേ ഇഞ്ചെക്ട് ചെയ്യാന്ന് പറയുന്നതിനകത്ത് മീനിങ് ഇല്ല. കാരണം ഇന്ന് വളരെ ചീപ്പായിട്ടുള്ള ഒത്തിരി ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്. അറിയാവുന്ന ആൾക്കാർ, അറിയാവുന്ന ഡോക്ടേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് ജസ്റ്റ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞങ്ങളുടെ ഇപ്പം വി റൂട്ട്സ് ബയോ ഹാക്ക് സെൻറ്റർ ഇവിടെ കാക്കനാട് ഉണ്ടല്ലോ, അവിടെ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് അത് ശരിക്കും ഒരു പ്രോട്ടോക്കോളായിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ആരെങ്കിലും വന്നിട്ട് ഒരു ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൊടുക്കുന്നില്ല. അതേസമയത്ത് അവരെ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് അവരുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി, പലപ്പോഴും ഇതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ചില ന്യൂട്രിയൻ കറക്ഷൻസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോർമലി ഓക്സിഡേഷൻ വളരെ ഹൈ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ എന്ന് പറയും ഓക്സിഡേഷൻ. ഇപ്പോൾ ഫ്രീ റാഡിക്കൽ പ്രൊഡക്ഷൻ കൂടുതലുള്ളൊരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും നമ്മൾ വൈറ്റമിൻ സിയോ വൈറ്റമിൻ ഇയോ പോലുള്ള വൈറ്റമിൻസും കൂടി ഇഞ്ചെക്ട് ചെയ്തിട്ട് ഗ്ലൂട്ടാത്തയോൺ കൊടുക്കുമ്പോഴാണ് റിസൾട്ട് കൂടുതൽ കിട്ടുക. കാരണം ഈ വൈറ്റമിൻ സിയും ഇയും പോയിട്ട് ഈ പറയുന്ന ഓക്സിഡേഷൻ്റെ ജോലി അവർ ന്യൂട്രലൈസ് ചെയ്യും. ഗ്ലൂട്ടാത്തയോണിൽ സ്കിന്നിലേക്ക് നേരിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഗ്ലൂട്ടാത്തയോൺ തന്നെ വേറെ അഡീഷണൽ ആയിട്ട് ചില കാര്യങ്ങളും കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇതുവരെ there are no papers on any kind of negative side effect. പോസിറ്റീവ് സൈഡ് എഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്, സ്കിൻ ബ്രൈറ്റൻ ആവുന്നുള്ളത്. അത് ചില ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാവരും വിചാരിക്കുന്നത്, ഇപ്പം ഞാനടക്കം വിചാരിച്ചിരിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ എടുക്കുന്നത് വെളുക്കാൻ വേണ്ടി. കാരണം മുടിക്ക് കെരാറ്റിനാണ് വേണ്ട ഒരു എന്താ പറയുക എലമെന്റ് അല്ലേ, എലമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ വിചാരിച്ചു സ്കിന്നിന് വെളുക്കാൻ വേണ്ട ഒരു എലമെന്റ് ആയി മെലാനിൻ. സ്കിന്നിന് മെലാനിൻ്റെ ആണ്. മെലാനിൻ്റെ ലെവൽ കുറയുമ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റനിങ് കിട്ടും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. ആക്ച്വലി ഗ്ലൂട്ടാത്തയോൺ ചെയ്യുന്നത് അതാണ്. ഗ്ലൂട്ടാത്തയോണിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് മെലാനിൻ പ്രൊഡക്ഷൻ കുറച്ച് സ്ലോ ആക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെളുപ്പായിട്ട് തോന്നും. അതാണ് ഞങ്ങൾ സൈഡ് എഫക്റ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സയൻറ്റിഫിക് പേപ്പേഴ്സ് നോക്കിയാൽ ഗ്ലൂട്ടാത്തയോണിനുള്ള നെഗറ്റീവ് സൈഡ് എന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് മെലാനിൻ പ്രൊഡക്ഷൻ. മെലാനിൻ പ്രൊഡക്ഷൻ നമുക്ക് ആവശ്യമുള്ളതാണ്.
അപ്പോൾ അത് കുറയുമ്പോൾ നമുക്ക് കുറച്ച് ഇതാവും. അതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ ഇതൊന്നും ഇപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നിപ്പോൾ ഈ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒത്തിരി ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസും എക്സ്റ്റേണൽ IVs ഇൻഫ്യൂഷൻസ്, ഇപ്പം ഞങ്ങളുടെ ബി റൂട്ട്സ് ബയോഹാക്ക് സെൻറ്ററിൽ തന്നെ ഡിഫറെൻറ്റ് ഇൻഫ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇൻഫ്യൂഷൻസ് പറയുമ്പോൾ ഈ ഗ്ലൂട്ടാതൈൻ മാത്രമല്ല, ഡീടോക്സിഫിക്കേഷൻ ഇൻഫ്യൂഷൻസ് ഉണ്ട്, വൈറ്റമിൻസിന് തന്നെ ഡിഫറെൻറ്റ് ഇൻഫ്യൂഷൻസ് ഉണ്ട്, കോക്ടെയിലുണ്ട്. കോക്ടെയിൽ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള മിനറൽസും വൈറ്റമിൻസും എല്ലാം കൂടി ചേർന്നുള്ളതാണ് കോക്ടെയിൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഓരോ വന്നിട്ട് ചുമ്മാ ഒരു കോക്ടെയിൽ എടുത്തേക്കാന്ന് വെക്കുന്നതല്ല, അത് അതിനൊരു റീസണും അതിൻ്റേതായിട്ടുള്ള അനാലിസിസും ഒക്കെ ചെയ്ത ശേഷമാണ് അതിൽ എന്താ പറയുക, ഫങ്ഷണൽ മെഡിസിനിൽ നന്നായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിൻ്റെ സപ്പോർട്ടും കൂടെ വേണം. ഇതൊക്കെ ഒരു ഫങ്ഷണൽ മെഡിസിൻ പ്രാക്ടീസാണ്. ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയുന്ന ഒരു പുതിയ സ്ട്രീം ഓഫ് മെഡിസിനാണ്, മോഡേൺ മെഡിസിൻ്റെ പാർട്ടാണ്. പക്ഷെ അതിൽ നിന്ന് വരുന്ന ഒരു പ്രാക്ടീസിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഡോക്ടേഴ്സിൻ്റെ സൂപ്പർവിഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. പക്ഷേ ഇതെല്ലാം അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ് റിസൾട്ട്സ് ഉണ്ട്. അത് അതിനകത്ത് വേറെ അങ്ങനെ പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാവാറുമില്ല. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം എൻ്റെ മുന്നിലുള്ള ജനറേഷൻ, എൻ്റെ അമ്മ അച്ഛൻ അവരുടെയൊക്കെ, ഇപ്പം എൻ്റെ അമ്മയുടെ ഒരു ആരോഗ്യാവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് എന്തൊരു എനർജിയാണ്. ഞാൻ വിചാരിക്കും അതിൻ്റെ ഒരു 10% എനിക്ക് എനർജി ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ ഞാൻ ചിന്തിക്കും എൻ്റെ ഏജ് എന്ത് ചെറുതാണ്, ഇപ്പം ഞങ്ങൾ തമ്മിലൊരു 25 ഇയേഴ്സിൻ്റെ എങ്കിലും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കെന്താ അത്രയും ഇമ്മ്യൂണിറ്റി എനിക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു പനി വന്നാൽ കിടന്നു പോകും. പക്ഷെ അമ്മമാരൊന്നും അങ്ങനെയല്ലല്ലോ. പിന്നെ അമ്മമാർ അങ്ങനെ ഒരു ഇതുകൊണ്ട് അവർക്ക്, അതല്ലാതെ തന്നെ അവർക്ക് ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ ഒബ്സർവ് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു ജനറേഷൻ ആളുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ പാരൻസ് എന്നുള്ളൊരു ജനറേഷൻ നോക്കുമ്പോൾ അവർ കുറച്ചും കൂടി ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഈ പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയറിൽ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കുമോ? ഇമ്മ്യൂണിറ്റി ഡെഫിനറ്റ്ലി പല ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രത്യേകിച്ചും നമ്മളുടെ ന്യൂട്രിയൻ ലെവൽസ് ലോ ആകുമ്പോഴാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാവുന്നത്. നമുക്ക് പലപ്പോഴും പല ആൾക്കാർക്ക് അറിയത്തില്ലാത്തൊരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെൽസിൽ തന്നെ നോക്കിയാൽ ഓൾമോസ്റ്റ് മോർ ദാൻ 50% ഇമ്മ്യൂൺ സെൽസ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന ഗട്ടിലാണ്, ഗട്ട് ലൈനിങ്ങിലാണ്. അപ്പോൾ നമ്മുടെ ഗട്ട് ലൈനിങ് എന്ന് പറയും. അപ്പോൾ ഗട്ട് ലൈനിങ്ങിന് പുറത്തായിട്ട് ഒരു ലെയറായിട്ടാണ് ഇമ്മ്യൂൺ സെൽസ് കൂടുതൽ നിൽക്കുന്നത്. ഇമ്മ്യൂൺ വാരിയേഴ്സ് എന്ന് പറയാം, നമുക്കൊരു ഫൈറ്റേഴ്സ് പോലെ നമുക്കൊരു കരുതാം. എന്തുകൊണ്ട് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്, അവിടെ ഇത്രയും വരാൻ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനങ്ങൾ വന്ന് വീഴുന്നത് നമ്മുടെ ഗട്ടിലാണല്ലോ. നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു സാധനം ചെന്നുപെടാൻ പോകുന്നത് നമ്മുടെ ഗട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഇത്രയും ആർമിയെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗട്ട് പ്രോപ്പർ അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് ഇമ്മ്യൂണിറ്റി വീക്കായിരിക്കും. കാരണം ഇമ്മ്യൂൺ സെൽസിന് മുഴുവൻ അവിടെ ജോലി ചെയ്യാനേ നേരമുള്ളൂ. ഇത് ആവശ്യമില്ലാത്ത സാധനം എല്ലാം വലിച്ചു കയറ്റി ഹോട്ട് ഡോഗും കോൾഡ് ഡോഗും എല്ലാം കയറ്റി കഴിയുമ്പോൾ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ പാർട്ടികൾ ഇവിടെ മുഴുവൻ അവിടെ കൂടുതൽ ആൾക്കാരെ വിളിക്കും. ബാക്കിയുള്ളടത്ത് ജോലി ചെയ്യേണ്ട ഇമ്മ്യൂൺ സെൽസ് ഇമ്മ്യൂണിറ്റി ആർമീസും കൂടെ ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ പിന്നെ ത്രോട്ട് ഇൻഫെക്ഷനായി, കഫക്കെട്ടായി, വേറെ പല പ്രശ്നങ്ങളിലേക്ക് മാറും. അതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, വെൻ യു കണ്ടിന്യൂസ് ആയിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള പല പ്രോബ്ലംസിനും റൂട്ട് കോസ് ഗട്ടാണ്. അത് പലരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ഇത് ഗട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഡൈജഷനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അൾട്ടിമേറ്റ്ലി നമ്മുടെ എൻ്റയർ ലൈഫിൻ്റെ തുടക്കം, നമ്മളിപ്പോൾ രാവിലെ ഭക്ഷണം കഴിച്ചാൽ ഇത് ആദ്യം ഇവിടെ ചെന്നിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസിൽ നിന്നാണല്ലോ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഈ സാധനത്തെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇത് അസിഡിറ്റി എന്ന് പറയും. എന്തെങ്കിലും ഒരു പ്രശ്നമാണെങ്കിൽ പറഞ്ഞാൽ അസിഡിറ്റി എന്ന് പറയും. ആൻറ്റാസിഡ് എടുത്ത് വിഴുങ്ങും, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരും. ആസിഡ് റിഫ്ലക്സ് കുറച്ചുകൂടെ ഭംഗിയായി ജെർഡ് ആസിഡ് റിഫ്ലക്സ്. അപ്പോൾ ആസിഡ് റിഫ്ലക്സ് എന്ന് പറയുന്നത് തന്നെ കോൺസെപ്റ്റ് തെറ്റാണ്. ഒരു പക്ഷേ പലർക്കും അറിയത്തില്ലാത്തതാണ്. ആസിഡ് റിഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കൂടിയിട്ട് ആസിഡ് ഇങ്ങനെ തികട്ടി വരുന്നതാണ് ആസിഡ് എന്നാണല്ലോ വിചാരിച്ചിരിക്കുന്നത്. അസിഡിറ്റി അത് ആസിഡ് കൂട്ടിയിട്ടല്ല, അത് ആസിഡ് കുറയുന്നുകൊണ്ടാണ്. അപ്പോൾ അതിന് ആൻറ്റാസിഡാണ് കഴിക്കുക. അപ്പോൾ ഉള്ള ആസിഡും കൂടെ സബ്സൈഡ് ചെയ്യും. ബേസിക്കലി ഇഷ്യൂ അവിടെ നിന്ന് വരുന്നതല്ല. ബേസിക്കലി ഇഷ്യൂ വരുന്നത് നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്നാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അങ്ങനെ ആ പോർഷൻ പോകുന്നത് നമ്മൾ പഴയ ബയോളജി ഓർത്ത് നോക്കിയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയ, ഏകദേശം നമ്മുടെ ശരീരത്തിൽ 60-70 ട്രില്യൺ കോശങ്ങളുണ്ടെങ്കിൽ 100 ട്രില്യൺ ബാക്ടീരിയ ഉണ്ട്. അപ്പം നമ്മൾ വി ആർ മോർ ഓഫ് ദ ബാക്ടീരിയ ദാൻ അവർ സെൽസ് എന്നാണ് പറയുക. അപ്പോൾ ഈ പറയുന്ന ബാക്ടീരിയകൾ നല്ല പാർട്ടികളാണെങ്കിൽ കൊള്ളാം, ഗുഡ് ബഗ്സ് എന്ന് പറയില്ലേ, അവരാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇവന്മാരകത്തിരിക്കുന്നവന്മാർ വില്ലന്മാരാണെങ്കിൽ എല്ലാ പണിയും ഒപ്പിക്കും. അപ്പോൾ ഈ ഗട്ടിനകത്ത് മുഴുവൻ ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ ഒക്കിപ്പ് ചെയ്യാത്തൊരു സ്ഥലമില്ല. അപ്പം നല്ല ബാക്ടീരിയ ഇല്ലെങ്കിൽ മോശം ബാക്ടീരിയയോടെ വന്നിരിക്കും. മനസ്സിലായില്ലേ? മിക്ക ആൾക്കാരും ഇത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴുന്ന അവസ്ഥയായിരിക്കും. കാരണം അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഇഫ് യു വാണ്ട് ടു സെറ്റ് യുവർ ഹെൽത്ത് റൈറ്റ്, യു ഹാവ് ടു സെറ്റ് യുവർ ഗട്ട് റൈറ്റ്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആവണം. ഞാൻ ഈ കോൺഷ്യസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഇന്നത്തെ കാലത്ത് എപ്പോഴും നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കണം എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല. കോൺഷ്യസ് ആവുക എന്നുള്ളതാണ്. ഞാൻ എന്താ ഇപ്പോൾ കഴിക്കാൻ പോകുന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ലൊരു കോൺഷ്യസ് ആയിരിക്കണം. പിന്നെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കണം എന്നല്ല അർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പോൾ ചീത്തയാണ് കഴിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് ധാരണയുണ്ട്. അപ്പോൾ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട്. പിന്നെ സോ പിന്നെ ഇമ്മ്യൂണിറ്റിയുടെ പോയിന്റ്, ജനറൽ ഹെൽത്തിൽ നമുക്ക് വരുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ എനർജി ലെവൽസ്, ഇപ്പോഴത്തെ ജനറേഷൻ എപ്പോഴും എനർജി ലെവൽസ് വീക്കാണ്. അതിന് പല കാരണങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മൊബൈൽ ഫോൺസ് തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം നമ്മുടെ സെല്ലുകൾക്കുള്ളിൽ ഉള്ള മൈറ്റോകോൺട്രിയ. ഇനിയിപ്പോൾ അമ്മമാർ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കും മൊബൈൽ ഫോൺ കാരണം പനി വരുന്ന അങ്ങനെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അത് മൊബൈൽ ഫോൺ കാരണമല്ല, അപ്പം അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം, അത് ആ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഉപയോഗത്തിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് അതൊന്നുമല്ല. ഹൗ മച്ച് ടൈം യു യൂസിങ്, നമ്മുടെ സ്ക്രീൻ ടൈമും നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്നു. അമ്മമാരിനി ഒന്നിനും സമ്മതിക്കത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണെങ്കിൽ എനർജി ഇല്ലാതെ ജീവിച്ചോളുക. ഒരു കാര്യം പറയേണ്ടതെന്ന് അറിയോ, ഈ അമ്മമാരുടെ കയ്യിൽ നിന്നുള്ള എനർജിയാണ് നമുക്കുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സയൻസ് പ്രൂവ് ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഈ എനർജി ഉണ്ടാക്കുന്നത് നമ്മുടെ കോശങ്ങൾക്കകത്തുള്ള മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞ പവർ ഹൗസസ് ഉണ്ട്. ഇത് ആണ് ഈ എനർജി കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈറ്റോകോൺട്രിയ, നമ്മൾ നേരത്തെ പറഞ്ഞ DNA എന്നൊക്കെ പറഞ്ഞാൽ, ഈ മൈറ്റോകോൺട്രിയ എവിടെ നിന്ന് വന്നാന്ന് ചോദിച്ചാൽ 100% നമ്മുടെ അമ്മമാരുടെ മാത്രം മൈറ്റോകോൺട്രിയ നമ്മുടെ കയ്യിലുള്ളൂ, അച്ഛൻ്റെ ഇല്ല. അപ്പം നമ്മുടെ എനർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മയുടെ എനർജിയാണ്. അമ്മ പറഞ്ഞാൽ മതി, അമ്മയോട് തന്നെ ചോദിച്ചാൽ മതി. അപ്പോൾ അമ്മ തിരിച്ചു പറഞ്ഞു. അപ്പോൾ ബേസിക്കലി ഈ നമ്മളുടെ ഈ ഒരു സെല്ല്, നമ്മുടെ ഒരു കോശത്തിന് ഏകദേശം 1000 മൈറ്റോകോൺട്രിയ ഉണ്ടെന്ന് പറയാം. പക്ഷേ നമ്മുടെ റെറ്റിന, ഹാർട്ട്, ബ്രെയിൻ, ഈ 3 ഓർഗൻസിലും ഏകദേശം 10,000 മുതൽ 20,000 മൈറ്റോകോൺട്രിയ ഉണ്ട്. കാരണം ഇത് 3 എപ്പോഴും ഫംഗ്ഷൻ ചെയ്യുന്നതാണല്ലോ. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ഫോണിൽ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അത് ഇത്രയും മൈറ്റോകോൺട്രിയ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന എനർജി നമുക്ക് കുറയുന്നു എന്നാണ്. അല്ല, എനർജി നന്നായിട്ട് കൺസ്യൂം ചെയ്യപ്പെടുകയാണ് ചെയ്യുക. ഇപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ചില ആൾക്കാർ ഇത് നോക്കിക്കൊണ്ടാണ് ഉറങ്ങുന്നത് തന്നെ. അപ്പോൾ ബേസിക്കലി അവരുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവാനുള്ള റീസൺ ഈ റെറ്റിനയിലുള്ള മൈറ്റോകോൺട്രിയ എപ്പോഴും ആക്റ്റീവാണ്. അപ്പം നമ്മൾ കുറച്ചൊന്നും മൊബൈലൊന്നും ഇല്ലാതൊന്നും ജീവിക്കാനൊന്നും പറ്റില്ല. ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും മൊബൈലൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ചെയ്യുക, ബോഡി മൂവ് ചെയ്യിക്കുക. ഇതുപോലുള്ള ചെറിയ ചില ഹാക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ എനർജി ലെവൽസ് കൂട്ടാൻ പറ്റും. കാരണം എന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ഷൂട്ട്, ഇപ്പോൾ ഓണമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ക്യാമ്പയിൻസും ഷൂട്ടുകളും ഓണപ്പരിപാടികളും ഒക്കെ വരുമ്പോഴത്തേക്കിനും അങ്ങ് തളർന്നു പോകും എന്നുവെച്ചാൽ. പക്ഷേ ഇപ്പം അമ്മയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് രാത്രി വരെ ഓഫീസിലും പോയി തിരിച്ചു വന്ന് വീട്ടിലെയും ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കും. പക്ഷെ അതിൻ്റെ പകുതി ഓട്ടവേ ചിലപ്പോൾ ഓടിയിട്ടും ഉണ്ടാവുള്ളൂ. ഈ ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് ഷൂട്ടിലോട്ട് പോകുമ്പോൾ ഇഷ്ടപ്പെട്ട ജോലിയാണെങ്കിൽ പോലും നമ്മൾ ഉറക്കം സാക്രിഫൈസ് ചെയ്യേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ ഫുഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയായിരിക്കും കഴിക്കേണ്ടി വരിക. അപ്പോഴേക്കും ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അതൊക്കെ ഇന്നത്തെ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ, അതൊന്നും മാറ്റാൻ പറ്റുന്നതല്ലോ. അതിനാണ് ഞാൻ പറയാൻ കാരണം, അതിനാണ് നമ്മൾ ഈ ബയോ ഹാക്കിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റേഷൻ, ന്യൂട്രീഷണൽ IVs, ഇതൊക്കെ അതിന് വേണ്ടിയുള്ളതാണ്. ഇപ്പം ഞാൻ ആക്ച്വലി 4 ഡിഫറെൻറ്റ് ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കോച്ചിങ്, ഇതുപോലുള്ള കുറേ കലാപരിപാടികളൊക്കെ വേറെയുണ്ട്. ഇത് ചില ആൾക്കാർ ഇത് കൂടെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ കഴിക്കുന്ന സപ്ലിമെൻറ്റ്സിൻ്റെ കയ്യിലെടുത്ത് കാണിച്ചു കൊടുക്കും. ഒരു 20 സപ്ലിമെൻറ്റുകൾ ഞാൻ കഴിക്കുന്നത് ഒരു ദിവസം. സോ റൈറ്റ് ഫ്രം എൻ്റെ എനർജി ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലോ എന്ത് ന്യൂട്രിയൻസ് ആണോ നമുക്ക് ആവശ്യമുള്ളത്, ഈ ന്യൂട്രിയൻ ഡിപ്ലീഷൻ അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ് നമ്മുടെ എനർജി കുറയ്ക്കുന്നതും നമ്മളുടെ ചിന്തിക്കാനുള്ള കഴിവ് കുറയ്ക്കുന്നതും ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നതും എല്ലാം. അതേസമയത്ത് ഇത് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ ഫംഗ്ഷൻ ചെയ്യാം, എത്ര ഹയർ പെർഫോമൻസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഡിലേ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ ഒരു 5 വീഡിയോ എടുത്തെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാം നമ്മൾ കുറച്ച് നേരം കാറിനകത്ത് അങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ. ഞാനങ്ങനെ ചിന്തിച്ചാലേ. അപ്പോൾ ബേസിക്കലി ഇത് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ, മുന്നോട്ട് വലിയ രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു റിയലി ഒപ്റ്റിമൈസ് അവർ ബോഡി. നമ്മുടെ ബോഡിയെ, നമ്മുടെ ബ്രെയിനിനെയും ഹൈലി ഒപ്റ്റിമൈസ് ചെയ്തേ പറ്റുള്ളൂ. അവിടെയാണ് ഈ ബയോ ഹാക്കിങ്ങിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജസ് വരുന്നത്. ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്ത സമയത്ത് ഒരുപാട് എന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന വെച്ചാൽ ഞാൻ വേണമെന്ന് വെച്ചാൽ ചെയ്തതല്ല, അല്ലാതെ എനിക്ക് സംഭവിച്ച സമയത്ത് ഈ എന്താണെന്നറിയില്ല, ആ ഒരു കോൺഷ്യസ്നെസ് ഉള്ളതുകൊണ്ടാണോ എന്നറിയത്തില്ല, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വന്നിരുന്ന റീൽസ് എന്ന് പറയുന്നത് കോർട്ടിസോൾ ലെവല് കൂടുന്നത് കൊണ്ടായിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വെയിറ്റ് ഗെയിൻ വരുന്നത് എന്ന് പറയുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ടോ സയന്റിഫിക്കലി? ഓഫ് കോഴ്സ്. കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോൺസ് ആണ്. അപ്പോൾ ബേസിക്കലി നമുക്ക് സ്ട്രെസ് ലെവൽസ് കൂടുന്നു. സ്ട്രെസ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള സ്ട്രെസ് ഉണ്ട്. ഒന്ന് ഈ
ക്രോണിക് സ്ട്രെസ് എന്ന് പറയും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് എന്തിനെക്കുറിച്ചെങ്കിലും worried ആയിട്ട് നടക്കുകയാണെങ്കിൽ അത് ക്രോണിക് സ്ട്രെസ് ആയിട്ട് മാറും. അല്ലെങ്കിൽ നമുക്ക് ഉറക്കം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ക്രോണിക് സ്ട്രെസ് ആയിട്ട് മാറും. എപ്പോഴും എന്തെങ്കിലും worried ആണെങ്കിൽ മറ്റേ കൺട്രോൾ സ്ട്രെസ് എന്ന് പറഞ്ഞപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ സ്ട്രെസ് ഉണ്ട്, അത് കൺട്രോൾ സ്ട്രെസ്, അത് നമുക്ക് നല്ലതാണ്. പക്ഷേ ക്രോണിക് സ്ട്രെസ് ഉള്ള സമയത്ത് നമ്മൾ കോർട്ടിസോൺ ലെവൽ കൂടും. കോർട്ടിസോൺ ലെവൽ കൂടുമ്പോൾ ഈ കൂടുതൽ കോർട്ടിസോൺ വരുന്നതിനെ എവിടെയെങ്കിലും അതിനെ അബ്സോർബ് ചെയ്യണം. അത് അബ്സോർബ് ചെയ്യുന്ന അഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയുന്ന കൂടുതൽ നമ്മുടെ ആപ്സിൻ്റെ ഭാഗത്താണ് കൂടുതലും. അതുകൊണ്ടാണ് കൂടുതൽ അബ്ഡോമിനൽ ഫാറ്റാണ് നമ്മൾ കൂടുതലും വരുന്നത്. അപ്പം ഡെഫിനറ്റ്ലി കോർട്ടിസോൺ ലെവൽ കൂടുന്നത് ഡെഫിനറ്റ്ലി വെയിറ്റ് ഗെയിനിൽ ഒത്തിരി കാര്യങ്ങൾ. വെയിറ്റ് ഗെയിൻ പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോൾ പല ആൾക്കാരും വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് പോയി ഷോർട്ട് കട്ടുകൾ എടുക്കുന്ന കാണാറുണ്ട്. പിന്നെ വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഭക്ഷണം കഴിച്ചിട്ടാന്ന് വിചാരിക്കും. ഭക്ഷണമായിട്ട് ബന്ധമൊന്നുമില്ല, ഭക്ഷണമായിട്ട് ബന്ധമില്ലെന്ന് പറയുന്നില്ല, എന്നാൽ പോലും അതുകൊണ്ട് അതൊരു ഫാക്ടർ മാത്രമേ ആകുന്നുള്ളൂ. ഹോർമോണൽ ഇംബാലൻസസ് ആണ് പ്രധാനമായിട്ടും വെയിറ്റ് ഗെയിന് കാരണമാകുന്നത്. പക്ഷേ സംഭവിക്കുന്നത് വെച്ചാൽ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ആദ്യം പോയിട്ട് ആൾക്കാർ പോയിട്ട് എന്തെങ്കിലും പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ എടുക്കുന്നു, വെയിറ്റ് ചിലപ്പോൾ കുറഞ്ഞെന്ന് വരും. പലപ്പോഴും കുറയുന്ന വെയിറ്റ് ഫാറ്റ് പോകുന്നതല്ല, അവരുടെ ഏതെങ്കിലും നിങ്ങളൊരു ഡയറ്റ് കൺട്രോൾ പ്ലാനിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് വെയിറ്റ് കുറയും. കാരണം വാട്ടർ ലെവൽ ചിലപ്പോൾ കുറയുന്നതായിരിക്കും, നിങ്ങളുടെ ബോഡിക്കകത്ത് വാട്ടർ കണ്ടൻറ്റ് കുറയുന്നതാവും. മസിൽ ലോസ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ് പോകുന്നിടത്ത് അവർക്ക് നഷ്ടപ്പെടുന്ന മസിലാണ്. സോ ശരിക്കും ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാമിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ബയോഹാക്ക് സെൻറ്ററിൽ വെയിറ്റ് ലോസ് പ്രോഗ്രാംസ് ഉണ്ട്. അത് നമ്മൾ പേഴ്സണലൈസ്ഡാണ്. ഓരോരുത്തരുടെയും DNA ടെസ്റ്റ് ചെയ്ത ശേഷം അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വെച്ചുകൊണ്ട് സപ്ലിമെൻറ്റേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ലാസ്റ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. മറ്റത് ഒരു പീരീഡിൽ ഒരു 90 ദിവസത്തേക്കൊന്ന് കുറയും, അത് കഴിഞ്ഞ് പിന്നെ റീഗെയിൻ ചെയ്യും. ഈ ചില ആക്ട്രസ്സുകളെ കണ്ടിട്ടില്ലേ, പെട്ടെന്ന് അവർ ചൈൽഡ്ഹുഡിലൊക്കെ ചില ഫോട്ടോസ് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ജാൻവി കപൂർ, ആലിയ ഭട്ടിൻ്റെ കാര്യം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, വേറെ ഏതോ ഒരു നടിയും കൊണ്ടുണ്ടായിരുന്നു, മറന്നുപോയി. അവരുടെയൊക്കെ വെയിറ്റ് ലോസ് കാണുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമുക്ക് ജാൻവി കപൂർ, സാറ അലി ഖാൻ, അവരുടെയൊക്കെ പെട്ടെന്നായിരുന്നു ഭയങ്കര ഇതായിട്ടിരുന്നിട്ട് ഒരു പെട്ടെന്ന് ഫിറ്റായിട്ട് വരിക. പിന്നെ അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തോ മരുന്ന് കഴിച്ചിട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുമല്ലോ നമ്മൾ, റൂമേഴ്സ് കേൾക്കുന്ന ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, കാരണം നമുക്ക് അറിവില്ലല്ലോ, അങ്ങനെ ചിന്തിക്കും. പിന്നെ ഈ ഫാറ്റ് കട്ടിങ്ങോ അങ്ങനെ എന്തോ ഒരു എനിക്കറിയില്ല, ലിപ്പോസെക്ഷൻ, അത് തന്നെ, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇതൊക്കെ ശരിക്കും ടെക്നിക്കലി അപ്രോച്ച് ചെയ്യാവുന്ന മെത്തേഡ് അല്ല. ലിപ്പോസെക്ഷൻ ഒന്നും അങ്ങനെ, ലിപ്പോസെക്ഷനൊക്കെ അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ആണ്. പക്ഷേ ലിപ്പോസെക്ഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ അബ്ഡോമിനൽ ഫാറ്റാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോണോ ബാലൻസ് ചെയ്യാതെ പോവുകയാണെങ്കിൽ വീണ്ടും ഫാറ്റ് ഡെപ്പോസിഷൻ വരും. അത് അബ്ഡോമിനൽ ആയിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും മാത്രം. അപ്പം അത് ലിപ്പോസെക്ഷൻ ചെയ്യുമ്പോൾ ആ ഡോക്ടേഴ്സ് ആണെങ്കിലും പറയും, ആ പോർഷൻ നമുക്ക് മാനേജ് ചെയ്യാം, ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് യു വോണ്ട് ഗെയിൻ വെയിറ്റ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ റൂട്ട് കോസ് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് മേ ബി ഒരു DNA ടെസ്റ്റ് കൂടി സാധിച്ചെന്ന് വരും, ഹോർമോണൽ ടെസ്റ്റുകൾ സാധിച്ചെന്ന് വരും. അപ്പോൾ ആദ്യം അത് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ഫിക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ കണ്ട വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്ക് ഞാൻ കണ്ടിട്ടുള്ളത് ചവച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഇത് പല ആൾക്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം, ഇത് കഴിക്കുന്നതെന്ന് പറയുന്നത് അവരുടെ ബ്രെയിനൊന്നും അറിയണ്ടേ ഇത് ഭക്ഷണമാണ് കഴിക്കുന്നുള്ളത്. മുമ്പിൽ TV ഓണായിരിക്കും, ഇപ്പുറത്തെ കയ്യിലും മൊബൈലും ഉണ്ടാവും. അവനോട് ഫോണിൽ എന്തോ വർത്തമാനം പറയുന്നുണ്ട്, TV കാണുന്നുണ്ട്, അതിനെ ചവയ്ക്കുന്നുണ്ട്. ബ്രെയിൻ അറിയത്തില്ല അതിൻ്റെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ബ്രെയിൻ ഇതനുസരിച്ച് കുറേ പരിപാടി ചെയ്യാനുണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. അതിനുള്ള എൻസൈം സെക്രീറ്റ് ചെയ്യണം, ഇങ്ങനെ കുറേ പണിയുണ്ട് അവിടെ. ഈ പണിയൊക്കെ ബ്രെയിൻ ചിലപ്പം മനസ്സിലായെന്ന് വരില്ല, കാരണം ബ്രെയിൻ പലതിലും ഒക്യുപ്പൈഡായി പോവുക, ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആണ്. മാത്രമല്ല മിക്കപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് തന്നെ എന്തോ ഇത് പെട്ടെന്ന് കഴിച്ച് ഇത് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ പെട്രോളും ഡീസലൊക്കെ അടിക്കുന്ന പോലെ അത് അങ്ങനെയാണ് ചിലർ ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെ കുടു അതുപോലെയാണ് ഭക്ഷണം. അപ്പം അതേ സമയത്ത് കുറച്ച് ഭക്ഷണം എടുത്തിട്ട് ഞാൻ ഊണ് കഴിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഇത്രയും ചോറൊക്കെ മതി എനിക്ക്, കാരണം അത് തിന്ന് തീരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. ചവച്ച് കുറച്ച് സമയം എടുത്ത് ചവച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ തിന്നാൻ പറ്റില്ല. രണ്ട് സ്ലൈസ് ബ്രെഡ് എടുത്താൽ തന്നെ ഒരു 40 തവണ ഒരു ബൈറ്റ് എടുത്തിട്ട് 40 ടൈംസ് ച്യൂ ചെയ്യാൻ തീരുമാനിക്കുക. സപ്പോസ് 2 കാര്യങ്ങളോട് നടക്കും. ഒന്ന്, ഒരു 20 ടൈംസ് ച്യൂ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് ലിക്വിഡ് ആവും. ഓക്കെ, സോ പക്ഷേ നിങ്ങൾ 40 ടൈംസ് തന്നെ ച്യൂ ചെയ്യണമെന്ന് ഞാൻ പറയാണ്. അങ്ങനെ ചെയ്താൽ ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയാം, 2 സ്ലൈസ് ബ്രെഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സാധനം കഴിക്കാൻ പറ്റില്ല. അത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, അത് ശരിയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ ആസ്വദിച്ച് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് നിറയും, ചുമ്മാ കഴിക്കുന്നത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും കഴിക്കാൻ, ആ ഒരു സംഭവം തന്നെ അല്ല. ഇത് ച്യൂ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ നടക്കും. ഒന്ന്, നമ്മളുടെ ഡൈജസ്റ്റീവ് എൻസൈം സെക്രീറ്റ് ചെയ്യാനുള്ള കുറച്ചുകൂടെ സമയവും സാവകാശവും കിട്ടും. 2,
ഈ ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടോട്ടലി പ്രോഗ്രാംഡ് ഓർഗനായത്. അപ്പോൾ ഈ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് സയൻറ്റിഫിക് ആയിട്ടുള്ള പേപ്പറൊന്നും വെച്ചിട്ടല്ല, പക്ഷേ അങ്ങനെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എല്ലാം പ്രോഗ്രാംഡാണ്. ബ്രെയിൻ ഇപ്പം കണ്ടിന്യൂസ്ലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനേ ബ്രെയിൻ താല്പര്യമുള്ളൂ. പുതിയൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ പാത്ത് ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയും. അത് പുതിയ കാര്യമൊന്നും ചെയ്യാൻ താല്പര്യം ഉണ്ടാകത്തില്ല. എപ്പോഴും എന്താണോ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം അപർണ രാത്രി ഇന്ന് ഡിന്നർ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ വീട്ടിൽ 6 ഡൈനിങ് ടേബിൾ ഉണ്ട്, അതിന് ചുറ്റും 6 ചെയറും ഉണ്ടെങ്കിൽ അപർണ ഇരിക്കുന്ന ഒരു ചെയർ തന്നെ ആയിരിക്കും. ഒരു കാരണവശാലും വേറൊരു ചെയർ ഇപ്പോൾ ഇരിക്കില്ല. എന്തുകൊണ്ടാണ്? അവിടെ മറ്റേ ചെയർ വേറെ ആരെങ്കിലും ആണ്. അല്ല, എന്നാലും പറ്റില്ല. പക്ഷേ ബ്രെയിൻ എന്താ വെച്ചാൽ ഒരു പുതിയ തീരുമാനം എടുക്കണ്ട, എന്തിനാ വെറുതെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത്. പാത്ത് ഓഫ് ലീസ്റ്റ് റെസിസ്റ്റൻസ് പറയും. അതുകൊണ്ടാണ് ഈ വീക്കെൻഡിൽ എന്തെങ്കിലും ഒരു പുറത്ത് പോയി ഭക്ഷണം കഴിച്ചേക്കാമെന്ന് വിചാരിക്കും. ഇത്തവണയെങ്കിലും പുതിയൊരു സ്ഥലത്ത് പോകുമെന്ന് വിചാരിക്കും. പോയി ചെല്ലുന്ന ഒരേ റെസ്റ്റോറൻറ്റിലായിരിക്കും, ഓർഡർ ചെയ്യുന്ന സെയിം ഭക്ഷണമായിരിക്കും. അതിങ്ങനെ സംഭവിക്കുന്ന. അപ്പോൾ ഇതേ ബ്രെയിനിന് നിങ്ങൾ ലഞ്ചിന് ഇരിക്കുന്ന സമയത്ത് എത്ര തവണ ചവയ്ക്കും എന്നുള്ളത് ബ്രെയിനൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബ്രെയിൻ അറിയാം ഇയാൾ മൊത്തം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 320 അല്ലെങ്കിൽ 200 ചവയാണ്, ചൂയിങ്ങാണ് ഇയാളുടെ ലഞ്ച് എന്നറിയാം. അപ്പോൾ ഈ 200 തവണ ചവയ്ക്കുന്നത് ഒരേ സാധനം എടുത്ത് ചവച്ചുകൊണ്ടിരുന്നാലും ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം സാറ്റിയേഷൻ എന്ന് പറയുന്നില്ലേ, സാറ്റിയേറ്റ് ചെയ്യാന്ന് പറയില്ല, നമ്മളൊരു എന്താ പറയുക വയറ് നിറഞ്ഞു തോന്നൽ, അത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഓഫ് കോഴ്സ്, ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയും. ബ്രെയിനിനെ ഫേക്ക് ചെയ്യാവുന്ന പോലെ വേറെ ഒന്നിനും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ബ്രെയിനിന് വേറൊരു ബ്രെയിൻ ഇല്ലല്ലോ. നമുക്കൊരു ബ്രെയിൻ ഉണ്ടെന്നെങ്കിലും പറയാം, പുള്ളിക്ക് വേറൊരു ബ്രെയിൻ പോലും ഇല്ല. അല്ലേ, ശരിയല്ലേ? നമ്മുടെ പരിപാടി അതാണ്. ഞാൻ ആൾക്കാരെ ട്രെയിൻ ചെയ്യുന്നത് തന്നെ എങ്ങനെ നമ്മുടെ ബ്രെയിനിനെ ഫേക്ക് ചെയ്യാന്നുള്ളതാണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്ന ഒരു പെർസെപ്ച്വൽ റിയാലിറ്റിയാണ്. നല്ലത് ചീത്ത ഇതൊക്കെ നമ്മുടെ ബ്രെയിൻ നമ്മളോട് തരുന്ന ഇൻഫർമേഷൻ. ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും അവനോട് മനസ്സിനത് ബ്രെയിനകത്ത് എന്തോ ആരൊക്കെയോ എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് വേറെ എന്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ നാവത്തില്ലേ, എന്തൊക്കെയോ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ബേസിക്കലി അതുകൊണ്ടാണ് നമ്മൾ പെർസെപ്ച്വൽ റിയാലിറ്റി എന്ന് പറയും. നമ്മൾ കാണുന്ന റിയാലിറ്റി അല്ല ശരിക്കും ലോകം എന്ന് പറയുന്നത്. ഞാൻ കാണുന്ന ലോകമല്ല നിങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ പെർസെപ്ച്വൽ റിയാലിറ്റിയാണ്. ആ പെർസെപ്ഷൻ ഉണ്ടായിരിക്കുന്ന ഇത്രയും നാൾ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുത്തിരിക്കുന്ന ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ല വേറെ ഒന്നിനും ബേസ് ചെയ്തല്ല. അപ്പോൾ ഇൻപുട്ട് മാറ്റിയാൽ ഔട്ട്പുട്ട് മാറും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാത്ത സമയത്തും എൻ്റെ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്, ഫൈനാൻഷ്യലി എല്ലാം പൊളിഞ്ഞ് തകർന്ന് തെരിപ്പണമായിരിക്കുന്ന സമയത്താണ്, സിനിമയിലൊക്കെ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ പടവും ഇല്ല ഒന്നും ഇല്ലായിരിക്കുന്ന സമയത്തും ഞാൻ എൻ്റെ ബ്രെയിനിനോട് ഒരേ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ദ സൂപ്പർ സ്റ്റാർ. ഞാനിങ്ങനെ പ്രൊഡ്യൂസർമാരൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഡയറക്ടർമാരൊക്കെ ഇങ്ങനെ വന്ന് ക്യൂ നിൽക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ. ബ്രെയിനിന് അങ്ങനെ ഒരു ബിലീഫ് കൊടുക്കാൻ സാധിച്ചാൽ പിന്നെ മാജിക് നമുക്ക് കാണിക്കാൻ സാധിക്കും. ഈ മാനിഫെസ്റ്റേഷൻ പോലെയാണോ? മാനിഫെസ്റ്റേഷന് ബേസിക്കലി ആൾക്കാർ മാനിഫെസ്റ്റേഷനെ ഒരു പെരിഫറൽ ലെവലിൽ നിന്ന് പറയുക, പക്ഷേ അതിൻ്റെ പിന്നിലൊരു സയൻസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പാർട്ടുണ്ട്. എന്ന് വെച്ചാൽ പീനിയൽ ഗ്ലാൻഡ്സ്, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ ചില പോർഷൻസ് ഉണ്ട്. ഇത് ആക്ച്വലി ഇതിനെയൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഇന്നെന്ന് ഞാൻ പറയാൻ കാര്യം, പണ്ട് യോഗയിലും അതുപോലെ മെഡിറ്റേഷനിലൊക്കെ സാധിക്കുമായിരുന്നു, പക്ഷെ അന്ന് അവിടെ സയൻറ്റിഫിക്കലി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ പീനിയൽ ഗ്ലാൻഡ് ആണ് ബേസിക്കലി ഈ മാനിഫെസ്റ്റേഷനും ലോ ഓഫ് അട്രാക്ഷനിലും ഒക്കെ ശരിക്കും നമ്മുടെ ബ്രെയിനകത്തുള്ളൊരു ചെറിയൊരു ഗ്ലാൻഡാണ്. ഈ പീനിയൽ ഗ്ലാൻഡ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ബ്രെയിൻ ക്യാൻ റിസീവ് സിഗ്നൽസ് മച്ച് ഫാസ്റ്റർ. അതാണ് സംഭവം. ഞാൻ എന്തൊന്നാണോ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട സിഗ്നൽസ് കുറച്ചുകൂടെ ഫാസ്റ്ററായിട്ട് എനിക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻറ്റുകളോ സബ്ജക്ട്സോ ഒബ്ജക്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ബ്രെയിനിന് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ അവൻ ലാസ്റ്റ് വാങ്ങിയ കാർ ഏതാ? എനിക്ക് കാറില്ല. ഇല്ല, വണ്ടി ഏതെങ്കിലും? എൻ്റെ ഫിയാൻസെ വാങ്ങിച്ചത് ഇഗ്നിസ. എന്താണ്? ഫിയാൻസെ വാങ്ങിച്ചത് ഇഗ്നിസ. അതാണ് എനിക്ക് പർച്ചേസ് ഓർമ്മയുള്ളത്. ഇതിപ്പോൾ ഇനിയിപ്പം ഏത് പർച്ചേസ് ആണെങ്കിലും, ഇപ്പോൾ കാറിന് വേണ്ട, നമുക്ക് എന്ത് പർച്ചേസ് വേണമെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു പക്ഷേ വാങ്ങാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്യുമായിരിക്കും. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യും, വേണമെങ്കിൽ ഷോറൂമിൽ പോയി നോക്കും, ഫ്രണ്ട്സിനോടൊക്കെ ഒപ്പീനിയൻ എടുക്കും. എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളൊരു ബ്രാൻഡിൽ തീരുമാനമെത്തും. ഏതെങ്കിലും ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ. പിന്നെ ഒരു മാജിക് ഉണ്ടാവും. ഫോൺ ആയിക്കോട്ടെ. ഫോൺ എനിക്കറിയില്ല അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കും, മറ്റുള്ളവരുടെ ഫോൺ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ വണ്ടികൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാവുന്നൊരു കാര്യമുണ്ട്. അത് നമ്മൾ പിന്നെ ആ തീരുമാനം എടുത്ത ശേഷം നമ്മളത് വാങ്ങുന്നവരെ, ആ വണ്ടി നമ്മുടെ കയ്യിൽ എത്തുന്നവരെ മിക്കവാറും നമ്മൾ റോഡിൽ കാണുന്ന ഈ വണ്ടി തന്നെ ആയിരിക്കും. അതെ, അയ്യോ അത് സത്യം കേട്ടോ.
ഇഷ്ടപ്പെട്ട ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പോകുന്നല്ല. അത് ഇതേ സിറ്റുവേഷൻ ഉണ്ട്. ഞാൻ ചിലരോട് ചോദിക്കാറുണ്ട്, വീട് വെക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പോകുന്നിടത്തെല്ലാം വീട് വെപ്പാ, അല്ലെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പുകളാണ് മൊത്തം നോക്കുമ്പോൾ എല്ലാവരും മൊത്തം ഹാർഡ്വെയർ. ഇതെങ്ങനെ ഉണ്ടാവുന്നത്? ഈ ബേസിക്കലി സെയിം ഈ ബ്രെയിനിൻ്റെ ഞാൻ പറഞ്ഞ ചില സിസ്റ്റംസ് ഓൺ ആവുന്നതാണ്. അത് നമ്മൾ പറയും ബ്രെയിനിനൊരു എവിഡൻസ് സീക്കിംഗ് മെക്കാനിസം ഉണ്ടെന്ന് പറയും. എവിഡൻസ് സീക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാൾക്ക് ജീവിതത്തിലധികം വിജയിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ ഉള്ളൊരു വിശ്വാസം ഉണ്ടെന്നിരിക്കട്ടെ. കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല. ഇനി നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ ആൾക്കാരും ജീവിതത്തിൽ വിജയിച്ചു എന്ന് നമ്മൾ വരുന്ന എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരായിരിക്കും. മാത്രമല്ല, നമ്മൾ പരാജയപ്പെട്ട എല്ലാ ആൾക്കാരും മലയാളം മീഡിയത്തിൽ പഠിച്ചവരായിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. കാരണം ബ്രെയിൻ അപ്പോൾ തന്നെ അതാണ്. ഇപ്പോൾ നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാൾക്കൊരു ക്യാൻസർ വന്നു എന്നറിയാണ്. പിന്നെ ആ ഒരു പീരീഡിൽ കുറേ ന്യൂസ് കാണും ക്യാൻസർ റിലേറ്റഡ് ആയിട്ട്. പിന്നെ പത്രം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ബഹളമായി. കാരണം ഈ ബ്രെയിനകത്ത് വർക്ക് ചെയ്യുന്ന ഈ സിസ്റ്റംസാണ്. ഇതിനെ ശരിയായിട്ടും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഹാക്ക് ചെയ്യാൻ പറ്റിയാൽ, ഫേക്ക് ചെയ്യാൻ പറ്റിയാൽ, ഹാക്ക് ചെയ്യാൻ പറ്റിയാൽ, ആക്ച്വലി യു ക്യാൻ ബ്രിങ് തിങ്സ് ഇൻ ടു യുവർ ലൈഫ്. ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. സത്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ശ്രദ്ധിക്കുന്ന അതായിരിക്കും. എന്തിനിപ്പോൾ ഒരു കളറിനെ കുറിച്ച് സംസാരിച്ചു എന്ന് വിചാരിക്കുക, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ മൊത്തം ആ കളറുകൾ ഭയങ്കര ഈ ഫണ്ടമെൻ്റൽ തിയറി. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസിനെ ബേസ് ചെയ്താണ് ലോകത്തിലെല്ലാ ഡിസ്കവറി ഇൻവെൻഷൻസും ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, അതായത് മെറ്റയൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇത് തന്നെയാണല്ലോ. നമ്മൾ ഒരു പ്രാവശ്യം എങ്ങാനും അബദ്ധവശാൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് പോവുകയാണ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികളുടെ പരസ്യ ബഹളം അതന്നെ സെയിം. അതേ ബ്രെയിനിലുള്ള എന്തെങ്കിലും മെക്കാനിസം മാത്രമേ മനുഷ്യൻ ഇൻവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം. അപ്പം ഞാൻ ചോദിക്കട്ടെ, ആഗ്രഹം കൊണ്ടാ അപ്പം വണ്ണം കുറയ്ക്കാൻ എന്താ ശരിക്കുള്ള നല്ല മെത്തേഡ്? വണ്ണം കുറയ്ക്കാനോ? ഇത് എന്തിനാ കുറയ്ക്കുന്നത്? അതിന് നല്ലൊരു ആൻസർ ഞാൻ പറയാം. നമ്മുടെ സെൻറ്ററിൽ വരിക, കൺസൾട്ട് ചെയ്യുക, പ്രോപ്പറായിട്ട് അവർ പറയുന്ന അനുസരിച്ച് ചെയ്യുക. കാരണം ഞാനത് ജെന്യുവനായിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദർ ഇസ് നോ വൺ സ്റ്റിച്ച് ഫിറ്റ് ഫോർ ഓൾ. എല്ലാവർക്കും പറ്റുന്നൊരു സാധനം ഇല്ല, അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഇല്ല. ബേസിക്കലി ചിലപ്പോൾ ചെറിയൊരു കറക്ഷൻ, ഒരു ഹോർമോണൽ കറക്ഷൻ ആയിരിക്കും അപ്പറിനെ സംബന്ധിച്ച് വലിയ മാറ്റം ഉണ്ടാക്കും. അല്ലാതെ വലിയ ഈ പറയുന്ന ഭയങ്കര എന്താ പറയുക, ഈ ഫുഡും കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ചില ആൾക്കാരൊക്കെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി യു നീഡ് ടു സീക്ക് പ്രോപ്പർ അഡ്വൈസ്. വെയ്റ്റ് ലോസ് എന്നല്ല, എന്ത് കാര്യത്തിലും അതനുസരിച്ച് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളൊരു റെജിമെൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഈ എന്താണ് ഫ്യൂച്ചർ ഓഫ് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ? അതിനെ ഫ്യൂച്ചർ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം എന്താണെന്നറിയോ? അല്ല, ഞാൻ പറഞ്ഞതല്ല. ഡെലോയിറ്റ് ലോകത്തിലെ തന്നെ 3rd ലാർജസ്റ്റ് കൺസൾട്ടിങ് ഫേമാണ്. ഡെലോയിറ്റ് ഇപ്പോൾ ലാസ്റ്റ് 2019 വന്നൊരു റിപ്പോർട്ടുണ്ട്. കോവിഡിന് മുമ്പ് വന്ന റിപ്പോർട്ടാണ്, ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ബൈ 2045 ഇപ്പോൾ പ്രിവെൻറ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് ടോട്ടൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിൽ ജസ്റ്റ് അബൌട്ട് ബിലോ 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ബൈ 2045 പ്രിവെൻറ്റീവ് ഹെൽത്ത് വിൽ ബി മോർ ദാൻ 60% ഓഫ് ദി എൻറ്റയർ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയും ഇതെല്ലാം കാണുന്നതിനേക്കാളും വലിയൊരു ഇൻഡസ്ട്രി തന്നെയായിരിക്കും പ്രിവെൻറ്റീവ് ഹെൽത്ത്. അതിൽ തന്നെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോൾ പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ലോഞ്ചിവിറ്റിയാണ്. അതായത് പീപ്പിൾ വാണ്ട് ടു ലീവ് ലോങ്ങർ, ലീവ് ഹെൽത്തിയർ ആൻഡ് ലോങ്ങർ. നന്നായിട്ട് ജീവിക്കുന്ന കാലം കൂടുതൽ കാലം ജീവിക്കാം. പണ്ടത്തെ ആ പ്രിൻസിപ്പിളൊക്കെ പോയി. കുറച്ചേ ജീവിച്ചുള്ളെങ്കിൽ നന്നായിട്ട് അതൊക്കെ പോയി. ഇപ്പോൾ കൂടുതൽ കാലം ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ഹ്യൂമൻ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്. ഹെൽത്ത് സ്പാൻ എന്ന് പറയും. ലൈഫ് സ്പാൻ അല്ല, ഹെൽത്ത് സ്പാൻ. അതെങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം? ഇപ്പം ഏതൊരാളാണെങ്കിലും, ഇപ്പം നേരത്തെ മമ്മൂക്കയുടെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, അപ്പോൾ അദ്ദേഹത്തിനൊക്കെ ഒരു 120 വയസ്സിലും ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ടായാൽ പറ്റും. അങ്ങനെ സാധിക്കുന്നൊരവസ്ഥയിലേക്ക് മാറും എന്നാണ് പറയുക. ആവറേജ് നമ്മുടെ ഈ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയും, ആൾക്കാർ മരിക്കുന്ന പ്രായം. അതായത് എത്ര ആയുസ് ശരിക്കും പണ്ടത്തെ അപേക്ഷിച്ച് ലൈഫ് എക്സ്പെക്ടൻസി കൂടുകയും ചെയ്തില്ലേ? വളരെയധികം. അതായത് 1980 ലൈഫ് എക്സ്പെക്ടൻസി 48 ആയിരുന്നു. ഇപ്പോൾ ഇത് 70 75 എത്തിയിട്ടുണ്ടാവും. അതായത് 70-75 എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം എന്താ? 1 out of 3 വിൽ ലീവ് മോർ ദാൻ 100 years എന്നാണ്. നമ്മളിവിടെ ഇരിക്കുന്നതിൽ 3-1 ഡെഫിനറ്റ്ലി 100 കിടക്കുന്നുള്ളതാണ്. ആരെന്ന് മാത്രം ആലോചിച്ചാൽ മതി. പക്ഷെ അത് ഇനിയും കൂടിക്കൊണ്ടിരിക്കുക, ആ റേഷ്യോ കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. എവറി 4 days യു ലീവ്, യു ഗെറ്റ് 1 day ബോണസ് എന്ന് പറയും. ഇപ്പോൾ എവറി 4 days 4 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1 ദിവസം കൂടെ നമ്മുടെ ആയുസിലേക്ക് വീണ്ടും ആഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയാം. അത്രയും വേഗതയിലാണ് ലൈഫ്
എക്സ്പെക്റ്റൻസി കൂടുന്നത്. ചോദ്യം എത്ര മാത്രമേ ഉള്ളൂ, ഞാൻ 100 വയസ്സ് വരെ ജീവിക്കുന്നുള്ളതല്ല, 100ാമത്തെ ബർത്ത്ഡേ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് രാവിലെ ഒരു 5 കിലോമീറ്റർ ഓട്ടോ കഴിഞ്ഞിട്ട് ഗ്രാൻഡ് ചിൽഡ്രനും ഗ്രാൻഡ് ചിൽഡ്രനും ഒക്കെ ചേർന്നൊരു സെലിബ്രേഷനൊക്കെ ആയിട്ട് ആ സെലിബ്രേഷൻ കഴിഞ്ഞ് കേക്കും കട്ട് ചെയ്തിട്ട് നമ്മൾ ആ സമയത്ത് എന്താ പറയുക ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന തരത്തിലുള്ളൊരു 100ാം പിറന്നാൾ, അതിലേക്കാണ് ഇന്ന് ആൾക്കാർ എയിം ചെയ്യുന്നത്. നിരവധി ആൾക്കാർ, ചെറിയ രീതിയിലൊന്നുമല്ല, ഇറ്റ്സ് എ ഹ്യൂജ് ട്രെൻഡ് വിച്ച് ഈസ് ഹാപ്പനിങ്. അത് എസ്പെഷ്യലി സെലിബ്രിറ്റി ലെവലിലും ആൻട്രപ്രന്യൂറിയൽ ലെവലിലും ഒക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ അതാണ്. കാരണം ഹ്യൂമൻ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓവറോൾ ഹ്യൂമൻ പെർഫോമൻസിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, ലോഞ്ചിവിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുക. പിന്നെ പ്രായം പറയാതെ എത്രത്തോളം ഇരിക്കുന്നു അത്രത്തോളം നല്ലതല്ലേ. പ്രായം ഇപ്പം പറയുന്ന സ്റ്റൈലായി മാറിയിട്ടില്ലേ? എനിക്ക് അങ്ങനെ തോന്നി. ശരിയാ, ഞാൻ ഒന്നുമില്ല. അല്ല, ഇപ്പം എല്ലാവരും ഞാൻ 50 വയസ്സ് ഉള്ള ആളാണ് എന്ന് പറയുമ്പോൾ എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒരിടയ്ക്ക് ആൾക്കാർ പ്രായം പറയാൻ മടിച്ച് നടക്കുമായിരുന്നു. ഇപ്പം അതിൽ കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് ആൾക്കാർ പ്രായത്തിനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ കാരണം ചില ആൾക്കാരിപ്പം വൈറ്റ് ഹെയർ ആക്കാൻ നോക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് ഏജ് ഈസ് ഗോയിങ് ടു ബി എ പോസിറ്റീവ് നൗ. ഏജിങ് ഈസ് ഗോയിങ് ടു ബി പോസിറ്റീവ്. ഒരു ഇപ്പോൾ ഒരു വലിയ കോൺസെപ്റ്റ് തന്നെ വരുന്നതെന്ന് വെച്ചാൽ യു ക്യാൻ സ്റ്റാർട്ട് യുവർ ലൈഫ് അറ്റ് 60 എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് തന്നെയാണ്. കാരണം 60 വയസ്സാകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ ഒരു പക്ഷേ അവരൊക്കെ സെറ്റിലായിട്ടുണ്ടാവും. നമ്മൾ നോർമൽ ലൈഫിൽ ഒരാൾ സെറ്റിലായിട്ടുണ്ടാവും, അയാളുടെ ലൈഫിന് സെറ്റിലായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് യുവർ ലൈഫ് ആസ് ലോങ് ആസ് യു ആർ വെരി ഹെൽത്തി. അത് പോസിബിളാണ്. എന്നോട് പണ്ടൊരു നടി പറഞ്ഞിട്ടുള്ളത് ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് 40 വയസ്സ് വരെ ചവറായിരുന്നു, പിന്നെ അങ്ങോട്ട് ആസ്വദിച്ച് ജീവിക്കാൻ തുടങ്ങി. അതാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. കാരണം എല്ലാം സെറ്റിലായി, ഇപ്പം എനിക്ക് ഹെൽത്ത് ഉണ്ട്, എനിക്ക് പൈസയുണ്ട്, എല്ലാം ഉണ്ട്, ഇപ്പം ഞാൻ ആസ്വദിച്ച് ജീവിക്കുന്നു. എക്സാക്ട്ലി. ശരിക്കും നോക്കിയാൽ അത് അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മുടെ ലൈഫിൻ്റെ ഒരു പ്ലാനിങ് അത് തന്നെ ആയിരിക്കണം. ഒരു മേ ബി എവറിബഡി ഷുഡ് എയിം സംതിങ് ലൈക്ക് മൈ ലൈഫ് ഷുഡ് ഗെറ്റ് എ റീസ്റ്റാർട്ട് അറ്റ് 60. അപ്പോൾ അത് അങ്ങനെ ഒരു ഗോൾ തന്നെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് ഡ്രൈവ് ചെയ്യും നമ്മളെ. പല ആൾക്കാരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ തല എത്തിക്കഴിയുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യാനായിട്ടാണ്, ഉള്ളതൊക്കെ നമ്മൾ ശ്രമിച്ചു, ഒന്നും നടന്നില്ല എന്ന് പറയുന്നൊരവസ്ഥ വരും. മേ ബി എനി ടൈം യു ക്യാൻ ഗെറ്റ് എ റീസ്റ്റാർട്ട് എന്നുള്ള ഒരു തോട്ട് നമുക്കുണ്ടെങ്കിൽ തന്നെ ദാറ്റ്സ് എ റിജുവനേഷൻ, ദാറ്റ്സ് എ ബ്രില്യൻറ്റ് എന്താ പറയുക മോട്ടിവേഷൻ. എന്തായാലും കോവിഡൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു, ഇനി നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യം എന്താവും അങ്ങനെയൊക്കെ. പക്ഷേ ഈ പ്രിവെൻറ്റീവ് ഹെൽത്ത് മെക്കാനിസം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം, അങ്ങനത്തെ സെൻറ്റേഴ്സൊക്കെ വരുന്നത് ശരിക്കും റിയലി ഹെൽപ്ഫുള്ളാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാസ്റ്റായിട്ടുള്ളൊരു ലോകമാണ്. അപ്പം നമ്മളുടെ ഹെൽത്തിനെ കുറിച്ച് നന്നായിട്ട് ധാരണ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഹെൽത്തി കോൺവെർസേഷൻ ആയിരുന്നു. ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 10ാം ക്ലാസ്സിലെ ബയോളജി വിവരമൊക്കെ ഉള്ളൂ, പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റി. ഇപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ആണെങ്കിൽ തന്നെ എനിക്ക് എന്താ പറയുക, അതൊരു ഭയങ്കര ഓപ്പണിംഗ് ആയിരുന്നു. എന്നുവെച്ചാൽ അങ്ങനൊരു ഏരിയ ഉണ്ട് ഗ്ലൂട്ടാത്തയോൺ എന്നുള്ളത് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ എല്ലാവർക്കും നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കട്ടെ അല്ലേ, അതല്ലേ ബേസിക്കലി. ഞാൻ പറയുകയാണെങ്കിൽ പ്രിവെൻറ്റീവ് ഹെൽത്ത് മാത്രമല്ല, ഞാനെപ്പോഴും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് പീപ്പിൾ ടു പെർഫോം അറ്റ് ദെയർ പീക്ക് ലെവൽസ്. അത് കുറേ മോട്ടിവേഷണൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടോ ഒരു ലൈഫ് കോച്ചിങ് കൊണ്ടോ മാത്രമാവില്ല. സോ യു നീഡ് ടു ഒപ്റ്റിമൈസ് യുവർ ബോഡി, ഒപ്റ്റിമൈസ് യുവർ ബ്രെയിൻ, ഒപ്റ്റിമൈസ് യുവർ മൈൻഡ്. അതിന് അതിൻ്റേതായിട്ടുള്ള സയൻസിനെ യൂസ് ചെയ്തേ പറ്റൂ, ടെക്നോളജി യൂസ് ചെയ്തേ പറ്റൂ. എസ്പെഷ്യലി ഞാൻ ഒരു 10 വർഷം മുമ്പ് നമുക്ക് ഇത്രയും കോൺഫിഡൻസോട് പറയാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് അത്രയും ടെക്നോളജി അവൈലബിൾ അല്ല. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓരോ സെക്കൻഡിനെയും മെഷർ ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെ മെഷർ ചെയ്യാൻ സാധിക്കും. ഇഫ് യു ആർ ഡൗൺ, ഇഫ് യു ആർ ഫീലിംഗ് ഡൗൺ, യു ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ വൈ യു ആർ ഫീലിംഗ് ഡൗൺ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സപ്പോസ് ഒരു AI കോച്ചിനെ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ, സോ ഷീ വുഡ് ബി ഏബിൾ ടു ടെൽ യു ദാറ്റ് വാട്ട് ഈസ് ദാറ്റ് യു ക്യാൻ ഡു റൈറ്റ് നൗ. അപ്പോൾ ഇനിയിപ്പോൾ ഈ വരുന്ന കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് ഇഗ്നോറൻസ് വിൽ ബി എ ചാലഞ്ച്. ബിക്കോസ് ദർ വിൽ ബി സ്റ്റിൽ ലോട്ട് ഓഫ് പീപ്പിൾ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കോൺവെർസേഷൻ കേൾക്കുന്ന ആൾക്കാർക്കായിരിക്കും ഇപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയുന്നത് തന്നെ. പക്ഷേ ഒരു എന്തായാലും സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് നല്ല കാര്യം, കൂടുതൽ ആൾക്കാരിലേക്ക് ഇതൊക്കെ അറിയാൻ സാധിക്കും എന്നുള്ളത്. പക്ഷേ ഇതൊന്നും അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോഴും ഹെൽത്ത് എന്ന് പറയുന്നത് അസുഖം വരും മാത്രം ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അപ്പോൾ എൻ്റെ ഹെൽത്തിൻ്റെ കാര്യമൊക്കെ ആയി. പിന്നെ പലപ്പോഴും പല ആൾക്കാരും ജീവിതത്തിലൊന്ന് സെറ്റിലായിട്ട് വേണം ഹെൽത്തിൽ ഒന്ന് ഡീൽ ചെയ്യാൻ ആലോചിച്ചിരിക്കുന്നവരുണ്ട്. സോ ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല. ഹെൽത്തിനേക്കാൾ ഉപരിയായിട്ട് ഇഫ് യു റിയലി വാണ്ട് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്, ഏത് ഫീൽഡിലാണെങ്കിലും
അത് നിങ്ങളൊക്കെ ചെയ്യുന്ന ഫിലിം ഫീൽഡാണെങ്കിലും ബിസിനസ്സുകാരാണെങ്കിലും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് യു നീഡ് ടു ഹാവ് എൻ ഒപ്റ്റിമൈസ്ഡ് ബ്രെയിൻ, ഒപ്റ്റിമൈസ്ഡ് ബോഡി, ഒപ്റ്റിമൈസ്ഡ് മൈൻഡ്. വിഷൻ, ഡ്രീം, ഗോളൊക്കെ നല്ലതാണ്, അതൊക്കെ വേണം. എക്സ്പെർട്ടൈസും സ്കില്ലും വേണം. അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഒരിടത്തും എത്താത്ത ആൾക്കാരാണ് ഭൂരിഭാഗം. ഡ്രീമും ഉണ്ട്, ഗോളും ഉണ്ട്, അവർക്ക് അത് ചെയ്യാനുള്ള നൈപുണ്യവും ഉണ്ട്. പക്ഷേ സ്റ്റിൽ ദേ ആർ നോട്ട് ഏബിൾ ടു അച്ചീവ് വേറെവർ ദേ വാണ്ട് ടു റീച്ച്. കാരണം അതേസമയത്ത് സിനിമ ഫീൽഡാവട്ടെ, ബിസിനസ്സിലാവട്ടെ, ഈ ട്രെയിനിങ്ങുകളൊന്നും അറ്റൻഡ് ചെയ്യാത്ത പല ആൾക്കാരും വമ്പൻ വിജയങ്ങൾ നേടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ദേ ടേക്ക് ദ റൈറ്റ് ഡിസിഷൻസ് ദ റൈറ്റ് ടൈം. അവർക്കൊരു ഓപ്പർച്യൂണിറ്റി മുമ്പിൽ വന്ന് അവർക്കറിയാം ഇത് ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത്. ദേ ആർ ക്വിക്ക് ഓൺ ദെയർ ഡിസിഷൻ മേക്കിംഗ്. റിസ്ക് ടേക്കിംഗ് പ്രൊപ്പൻസിറ്റി വളരെ കൂടുതലാണ്. ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞ എല്ലാം നമ്മുടെ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും മനസ്സുമായിട്ട് ബന്ധമില്ല. ഇറ്റ്സ് ഓൾ വർക്കിംഗ് ഫ്രം യുവർ ബ്രെയിൻ ആൻഡ് യുവർ ബോഡി. അതാണ് ഞാൻ പറയാൻ കാര്യം. ഒരു ഹൈലി പെർഫോമിങ്, പീക്ക് പെർഫോമിങ് സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു പ്രോസസ്സിൽ കൂടെ സാധിക്കും. എന്തായാലും അടിപൊളി. ഞാൻ അതിനെക്കുറിച്ചൊക്കെ തന്നെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മടി വരുന്നത് ഇനി എൻ്റെ ഹോർമോണിൻ്റെ DNA ആയിരിക്കും അല്ലേ എന്നൊക്കെ ഇനിയും പറയാമല്ലേ? ഒരു പരിധി വരെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. നല്ല ചോദ്യങ്ങൾ. കാരണം പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, ഈ സബ്ജക്റ്റിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ സബ്ജക്റ്റ് സംസാരിക്കുമ്പോഴത്തേക്കും കേട്ടോണ്ടിരിക്കുന്നവർ ചിലപ്പോൾ ലോസ്റ്റ് ആയി പോകും. അപ്പം നമ്മൾ പിന്നെ എങ്ങോട്ടാ പറഞ്ഞു പോയതെന്നുള്ള. എനിവേ യു ആർ ഓൺ ട്രാക്ക്. സോ ഇറ്റ് ഹാസ് ബീൻ എ ഗ്രേറ്റ് കോൺവെർസേഷൻ. താങ്ക് യു. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഇത്രയും നോളജ് എനിക്ക് വേണ്ടി ഷെയർ ചെയ്തതും എൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതിലും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.